നിങ്ങളൊരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ നിങ്ങൾക്കു വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. പൗലോ കോയ്ലോയുടെ വാക്കുകളാണിവ. 17-ാം വയസ്സിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കപ്പെട്ടവൻ, മയക്കുമരുന്നിനടിമയായി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ. അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു: എഴുത്തുകാരനാകണം. ലക്ഷ്യത്തിലേക്ക് നയിച്ചത് ഒരു വിശ്വാസമാണ്. നമ്മൾ എന്തെങ്കിലും ശക്തമായി ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്നുള്ള വിശ്വാസം. 20 കോടിയിലധികം വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ രചയിതാവ്, മോട്ടിവേറ്റർമാരുടെ മോട്ടിവേറ്ററായ പൗലോ കോയ്ലോയുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ടി നസീർ ഖാൻ സാഹിബ്, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ. മൊബൈൽ നമ്പർ 7907753603. 1947 ഓഗസ്റ്റ് 24 ബ്രസീലിലെ റിയോ ദെ ജനീറോയിലാണ് പൗലോ കോയ്ലോ ജനിച്ചത്. കുട്ടിയുടെ സർഗചേതന പാൽകുടിച്ചു വളർന്നത് ബൈബിൾ കഥകളിലൂടെയാണ്. പൗലോയുടെ ഔപചാരിക വിദ്യാഭ്യാസം തട്ടിയുമുട്ടിയുമാണ് മുന്നോട്ടു പോയത്. എന്നാൽ വിദ്യാഭ്യാസകാലത്ത് തന്നെ ഷേക്സ്പിയറും ടോൾസ്റ്റോയും ഷെല്ലിയും കീറ്റ്സുമൊക്കെ അവന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരായി. അവരെപ്പോലെ തനിക്കും ഒരു എഴുത്തുകാരനാകണമെന്ന് പൗലോ ആഗ്രഹിച്ചു. എന്നാൽ മാതാപിതാക്കൾ ശക്തമായി എതിർത്തു. എഴുത്തുകാരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള വരുമാനം ബ്രസീലിൽ ലഭിക്കില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. തന്നെപ്പോലെ മകനും പഠിച്ച് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. എതിർപ്പ് കൂടുന്തോറും അവന്റെ ഉള്ളിൽ എഴുത്തുകാരനാകണമെന്ന മോഹം വളർന്നുകൊണ്ടിരുന്നു. കിട്ടാവുന്നത്രയും പുസ്തകങ്ങൾ അവൻ വായിച്ചു തീർത്തു. പ്ലേറ്റോയുടെയും കൺഫ്യൂഷ്യസിന്റെയും ചിന്തകൾ അവനിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. എഴുത്തുകാരനാകണമെന്ന അവന്റെ മോഹം ഉന്മാദത്തിലെത്തി. 17-ാമത്തെ വയസ്സിൽ പൗലോയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നടത്തി. ദിവസങ്ങളോളം നീണ്ടുനിന്ന ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും അവൻ പിറുപിറുത്തു: ഞാനൊരു എഴുത്തുകാരനാകും, തീർച്ച ഞാനൊരു എഴുത്തുകാരനാകും. 23-ാം വയസ്സിൽ നിയമം പഠിക്കുന്നതിനു വേണ്ടി പൗലോ ലോ കോളേജിൽ ചേർന്നു. ലോ കോളേജ് അവന് മുന്നിൽ പുതിയ വാതായനങ്ങൾ തുറന്നു. ബ്രസീലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ, അവരുമായുള്ള ഇഴകിച്ചേരലുകൾ, വിശ്വസാഹിത്യത്തിലെ മികച്ച രചനകളുടെ വായനയ്ക്കുള്ള അവസരങ്ങൾ, നാടകരചന, സംവിധാനം, ചർച്ചകൾ. എന്നാൽ ലോ കോളേജ് അവന് മുന്നിൽ തുറന്നത് നന്മയുടെ വാതിലുകൾ മാത്രമായിരുന്നില്ല. അവൻ ക്രമേണ മയക്കുമരുന്നിനും അടിമയായി. കുത്തഴിഞ്ഞ ജീവിതം നയിച്ച പൗലോയെ ലോ കോളേജിൽ നിന്ന് പുറത്താക്കി. ബ്രസീലിലെ പട്ടാള ഭരണത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കവിതകൾ എഴുതി. തുടർന്ന് ജയിലിലടയ്ക്കപ്പെട്ട പൗലോ കഠിന യാതനകൾ അനുഭവിച്ചു. ജയിൽ വിമോചിതനായ പൗലോ പല ജോലികൾ നോക്കിയെങ്കിലും ഒന്നിലും വിജയിച്ചില്ല. ആഹാരത്തിനു വേണ്ടി തെരുവോരങ്ങളിൽ അലഞ്ഞു നടന്നു. ഹോട്ടലുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷണം കഴിച്ചു. 1986 അദ്ദേഹം സ്പെയിനിലേക്ക് യാത്ര പോയി. മാസങ്ങളോളം നീണ്ടുനിന്ന യാത്രക്കിടയിൽ പരിചയപ്പെട്ട വ്യക്തികളും അനുഭവങ്ങളും ഒരു ഉണർത്തുപാട്ടായി. ഒരെഴുത്തുകാരനാകണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര അവിടെ തുടങ്ങി. പൗലോ പുതിയ പൗലോ കോയ്ലോയായി. പിൽഗ്രിമേജ് എന്ന പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. 1987 ആൽക്കിമിസ്റ്റ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. അതൊരു മഹാസംഭവമായി മാറി. 81 ഭാഷകളിലായി 10 കോടിയിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞു. തുടർന്ന് അദ്ദേഹം 31 ഗ്രന്ഥങ്ങൾ എഴുതി. വിവിധ ഭാഷകളിലായി 20 കോടിയിലധികം പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞ ഗ്രന്ഥത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഗ്രന്ഥകാരനാണ് പൗലോ കോയ്ലോ. എന്താണ് ആൽക്കെമിസ്റ്റ്? ഒരു നോവൽ എന്നതിലുപരി അതൊരു പ്രചോദന ഗ്രന്ഥമാണ്. പ്രശസ്തരായ എല്ലാ മോട്ടിവേഷണൽ ട്രെയിനേഴ്സും ആൽക്കെമിസ്റ്റിലെ വരികൾ ഉദ്ധരിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത വിജയത്തിന്, ബിസിനസിന്, വളർച്ചയ്ക്ക് പ്രചോദനമായി മാറി ആൽക്കെമിസ്റ്റ്. ഈ കുതിപ്പിൽ പൗലോ കോയ്ലോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പാതയം നമുക്കൊന്ന് തുറന്നു നോക്കാം. സാന്റിയാഗോ ഒരു ആട്ടിടയനാണ്. സാധാരണ ഇടയന്മാരിൽ നിന്നും വ്യത്യസ്തനാണ്. എപ്പോഴും പുസ്തകം കൊണ്ടു നടക്കും. ആടുകളെ മേയാൻ വിട്ടിട്ട് തണലത്തിരുന്ന് പുസ്തകം വായിക്കും. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും പുസ്തകങ്ങൾ മാറ്റിവാങ്ങും. ഒരു സന്ധ്യാനേരം ആടുകളുമായി ഇടിഞ്ഞുപൊളിഞ്ഞ ഉപേക്ഷിക്കപ്പെട്ട പള്ളിയിലെത്തി. രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു. പുസ്തകം അയാൾ തലയണയാക്കി. ഒരു സ്വപ്നം കണ്ടയാൾ നെട്ടിയുണർന്നു. ഈജിപ്തിലെ പിരമിഡുകളിലേക്ക് യാത്ര പോകുന്നതും അവിടെ സൂക്ഷിച്ചിരുന്ന നിധി ലഭിക്കുന്നതുമാണ് ആ സ്വപ്നം. സ്വപ്നത്തിന്റെ അർത്ഥം തേടി അയാൾ പല ജ്യോത്സ്യന്മാരെയും സമീപിച്ചു. എന്നാൽ അവരുടെ മറുപടികളൊന്നും അയാളെ തൃപ്തനാക്കിയില്ല. പണവും സമയവും പാഴാക്കിയത് മിച്ചമെന്ന് അയാൾ പിറുപിറുത്തു. ഒരു ദിവസം അയാൾ ചന്തയിൽ പോയി ഭക്ഷണം കഴിച്ച് കുടിക്കാനായി ഏതാനും കുപ്പി വീനും വാങ്ങി പഴയ പുസ്തകം വിൽക്കുന്നിടത്തു നിന്ന് പുസ്തകം മാറ്റി വാങ്ങി തിരികെ നടന്നു. നട്ടുച്ച നേരം. വെയിലിന് ശക്തി കൂടി വരുന്നു.
തണലത്ത് അല്പം വിശ്രമിക്കാമെന്ന് കരുതി ഇരുന്ന് കുപ്പിയിൽ നിന്ന് അല്പം വീനെടുത്തു കുടിച്ചു. കയ്യിലിരുന്ന പുസ്തകം വായിക്കാൻ തുടങ്ങി. ഒരു വൃദ്ധൻ അയാളുടെ അടുത്തേക്ക് വന്നു. വല്ലാത്ത ദാഹം. എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. വീനുകുപ്പിയിലായിരുന്നു വൃദ്ധന്റെ നോട്ടം. ശല്യമെന്ന് മനസ്സിൽ കരുതിയെങ്കിലും വീനുകുപ്പി വൃദ്ധന് നേരെ നീട്ടി. വീന് കുടിച്ച ശേഷം സാന്റിയാഗോ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വൃദ്ധൻ ഇരിപ്പുറപ്പിച്ചു. ഏതാണ് ഈ പുസ്തകം? വൃദ്ധൻ വിടാൻ ഭാവമില്ല. അവൻ പുസ്തകം അദ്ദേഹത്തിന്റെ നേരെ നീട്ടി. വായിച്ചോളൂ എന്ന് അവൻ പുച്ഛത്തോടെ പറഞ്ഞു. വൃദ്ധന് വായിക്കാൻ അറിയില്ലെന്നായിരുന്നു അവന്റെ ധാരണ. വൃദ്ധൻ പുറംചട്ടയും താളുകളും മറിച്ചു നോക്കി. നല്ലൊരു ഗ്രന്ഥമാണിത്, എന്നാൽ വായനയ്ക്ക് വിരസവും. അവൻ വൃദ്ധനെ അത്ഭുതത്തോടെ നോക്കി. ശല്യമൊഴിഞ്ഞു പോകട്ടെ എന്നു കരുതി സാന്റിയാഗോ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ എന്താണ്? വൃദ്ധൻ ഒന്ന് പുഞ്ചിരിച്ചു. ജീവിതയാത്രക്കിടയിൽ ചിലപ്പോൾ മനുഷ്യന് അവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നീട് എല്ലാം വിധിക്ക് വിട്ടിട്ട് നിഷ്ക്രിയനാകുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിഥ്യ. വൃദ്ധന്റെ വാക്കുകൾ അവനെ വളരെയധികം ചിന്തിപ്പിച്ചു. എത്രയെത്ര മനുഷ്യർ, എവിടെയോ വെച്ച് എന്തൊക്കെയോ നഷ്ടപ്പെട്ടവർ, പരിഹാരം തേടി ജ്യോതിഷികളെ സമീപിക്കുന്നവർ, മന്ത്രങ്ങളും വഴിപാടുകളുമായി കഴിയുന്നവർ. ജീവിതത്തെ നേരിടാതെ ഇവരൊക്കെ ഇങ്ങനെ നിഷ്ക്രിയരാകുന്നു. ഏറ്റവും വലിയ മിഥ്യ ഇതാണെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായിരിക്കും? എത്ര ചിന്തിച്ചിട്ടും സാന്റിയാഗോയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൃദ്ധനോട് ചോദിക്കാമെന്ന് ആദ്യം കരുതിയെങ്കിലും അയാൾ ഒരു സ്ഥിരം ശല്യക്കാരനായി മാറുമെന്നവന് തോന്നി. എങ്ങനെയെങ്കിലും വൃദ്ധനെ പറഞ്ഞുവിടണം. എന്റെ പുസ്തകം മടക്കി തരൂ, എനിക്ക് പോകാൻ സമയമായി. അല്പം ശബ്ദമുയർത്തി സാന്റിയാഗോ പറഞ്ഞു. നിന്റെ ആട്ടിൻപറ്റത്തിന്റെ 1/10 ഭാഗം എനിക്ക് തരുമോ? വൃദ്ധൻ ചോദിച്ചു. എന്തിന്? അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീ സ്വപ്നം കണ്ട നിധി എവിടെയാണെന്ന് പറഞ്ഞു തരാനുള്ള പ്രതിഫലമാണത്. ഇയാളൊരു തട്ടിപ്പുകാരൻ തന്നെ, സാന്റിയാഗോ ചിന്തിച്ചു. പക്ഷേ താൻ കണ്ട സ്വപ്നം ഇയാൾ കൃത്യമായി എങ്ങനെ മനസ്സിലാക്കിയെന്ന് അവൻ അത്ഭുതപ്പെട്ടു. ഒന്നും വെറുതെ കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. വെറുതെ കിട്ടുന്നത് മിക്കപ്പോഴും നമുക്ക് ഉതകില്ല. വെറുതെ കിട്ടുന്നത് ഫലപ്രദമാകാത്തത് തരുന്നവന്റെ കുറ്റമല്ല. വെറുതെ കിട്ടുന്നതല്ലേ എന്ന് കരുതി വാങ്ങിയവൻ അലസനാകും. വൃദ്ധൻ തുടർന്നു. നിധിയിരിക്കുന്ന സ്ഥലം ഞാൻ പ്രതിഫലമൊന്നും വാങ്ങാതെ പറഞ്ഞു തന്നാൽ നീ അത് ഗൗരവമായി എടുക്കില്ല. എന്റെ സമ്പത്ത് നൽകിയാണ് ഞാൻ ഈ അറിവ് സമ്പാദിച്ചതെന്ന ചിന്ത നിന്നെ കർമ്മോത്സുകനാക്കും. സാന്റിയാഗോയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? സാന്റിയാഗോ സ്തംഭിച്ചുപോയി. താൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന സമസ്യയ്ക്ക് ഉത്തരം കിട്ടാൻ പോകുന്നു. അറിയില്ല, അവൻ ജാള്യതയോടെ മറുപടി പറഞ്ഞു. നാം എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇത് അത്ഭുതമായിരിക്കുന്നു, സാന്റിയാഗോ പറഞ്ഞു. ഒരത്ഭുതവുമില്ല. വിധിയാണ് അവന്റെ ചിന്തയിൽ ഈ ആഗ്രഹം ഉദിപ്പിക്കുന്നത്. ഈ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ഒരുവന്റെ നിയോഗം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ അപ്പൂപ്പ. അവന്റെ സ്വരം വളരെ താഴ്ന്നിരുന്നു. എല്ലാ സ്വപ്നങ്ങളും ഉദിക്കുന്നത് ചിന്തയിലാണ്. ചിന്തയിലുദിച്ച ആശയങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലിട്ട് പാകപ്പെടുത്തണം. അങ്ങനെ പാകപ്പെട്ട് അത് ശക്തിയാർജിക്കും. പിന്നീട് അവ തീവ്രമാകും. അപ്പോൾ അവൻ തന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനുള്ള വഴി ആലോചിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുന്നോട്ടു പോകാനുള്ള വഴി തെളിഞ്ഞു. അന്വേഷണത്തിനിടയിൽ ചിലപ്പോൾ ഒരു തീപ്പൊരി പോലെ വഴി മനസ്സിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്തിന് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ സ്പാർക്കുണ്ടാകാം. അല്ലെങ്കിൽ വഴി തെളിയിക്കാൻ ഒരു ഗുരുവിനെ കണ്ടെത്തും. നീ എന്നിൽ നിന്റെ ഗുരുവിനെ കണ്ടെത്തിയതുപോലെ ഗുരുവോ ഈ വയസ്സനോ? സാന്റിയാഗോ അങ്ങനെ ചോദിച്ചില്ലെങ്കിലും വൃദ്ധൻ അത് വായിച്ചെടുത്തു. ആരെയും അത്ര നിസ്സാരമായി കാണരുത്. നാം നിസ്സാരമായി കാണുന്ന വ്യക്തികളോ വസ്തുക്കളോ ആകാം നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുക. വൃദ്ധൻ പറയുന്നതിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സാന്റിയാഗോയ്ക്ക് തോന്നി. എന്നാൽ തന്റെ ആട്ടിൻപറ്റങ്ങളിൽ 1/10 ഭാഗം നഷ്ടപ്പെടുത്തുന്നത് അവന് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. നീ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നല്ലതുപോലെ ചിന്തിച്ച ശേഷം മറുപടി പറഞ്ഞാൽ മതി. ഞാനുൾപ്പെടെ പലരും പലതും പറയും. അതൊക്കെ സശ്രദ്ധം കേൾക്കുക.
എന്നിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ, അത് നിനക്കിണങ്ങുന്നത് എന്താണോ അത് സ്വീകരിക്കുക. അത് മാത്രം സ്വീകരിക്കുക. എന്തായാലും ഞാനിപ്പോൾ പോവുകയാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ ഇതേ സമയത്ത് ഇവിടെ വരിക. വൃദ്ധൻ നടന്നു മറഞ്ഞു. താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് സാന്റിയാഗോ ചിന്തിച്ചു. ഞാൻ കണ്ട സ്വപ്നം വൃദ്ധൻ എങ്ങനെ ഇത്ര കൃത്യമായി മനസ്സിലാക്കി? ചിലപ്പോൾ ആ മന്ത്രവാദി തള്ളയുടെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരനെങ്കിലും ആയിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രവാദിനിയെ കാണാൻ പോയ കാര്യം അവൻ ഓർത്തു. താൻ സ്വപ്നം കണ്ട് 2 ദിവസം കഴിഞ്ഞാണ് സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അർത്ഥം പറയുന്ന ഒരു മന്ത്രവാദിനി തരീഫ എന്ന സ്ഥലത്ത് താമസിക്കുന്നതായി അവൻ അറിഞ്ഞത്. മന്ത്രവാദിനിയെ അന്വേഷിച്ച് അവിടെ എത്തി. ഒരു പടുവൃദ്ധയായിരുന്നു മന്ത്രവാദിനി. അവനെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മന്ത്രവാദിനി നിലത്ത് ചമ്രം പണിഞ്ഞിരുന്നു. അവനോടും അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ പ്രയാസപ്പെട്ട് സാന്റിയാഗോ അങ്ങനെ തന്നെയിരുന്നു. ചെറുപ്പക്കാരനായ തന്റെ ശരീരം വളയുന്നില്ല. പടുവൃദ്ധയായ ഇവർക്കിതെങ്ങനെ കഴിയുന്നു? അവൻ അത്ഭുതപ്പെട്ടു. അവന്റെ കരങ്ങൾ തന്റെ കരങ്ങളോട് ചേർത്ത് പിടിച്ച് വൃദ്ധ ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. നിങ്ങൾ എത്ര പ്രാവശ്യം സ്വപ്നം ആവർത്തിച്ചു കണ്ടു? 2 ദിവസം. അവൻ മറുപടി പറഞ്ഞു. സ്വപ്നങ്ങൾ ദൈവികവുമുണ്ട്, പൈശാചികവുമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള സ്വപ്നം ഫലിക്കും. നീ എന്താണ് കണ്ടത്? വ്യക്തമായി പറയൂ. മന്ത്രവാദിനി ആവശ്യപ്പെട്ടു. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ട് താഴ്വാരത്തിൽ നിൽക്കുകയായിരുന്നു. എവിടെ നിന്നോ ഒരു പെൺകുട്ടി ആടുകളെ ഇടയിലേക്ക് ഓടിക്കയറി. അവൾ ചില വികൃതികളൊക്കെ കാട്ടിക്കൂട്ടി. പെട്ടെന്നവൾ ഓടിവന്ന് എന്നെ പൊക്കിയെടുത്ത് പറന്നു. ആകാശത്തിലൂടെയുള്ള ആ യാത്ര അവസാനിച്ചത് ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിലാണ്. എന്നെ അവൾ കൈപിടിച്ച് പിരമിഡുകളുടെ ഇടയിലൂടെ നടന്നു. ഈ പിരമിഡുകൾക്കിടയിൽ ഒരു നിധിയിരിപ്പുണ്ട്. അത് കാണിച്ചു തരാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, അവൾ പറഞ്ഞു. എന്നാൽ നിധി കാണിച്ചു തരുന്നതിന് മുൻപായി ഞാൻ ഉണർന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. മന്ത്രവാദിനി കണ്ണുകൾ അടച്ച് വീണ്ടും എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. എന്റെ മനസ്സിൽ ഇപ്പോൾ വ്യക്തമായി ഒന്നും തെളിഞ്ഞു വരുന്നില്ല. ചില പൂജകളൊക്കെ ചെയ്യാനുണ്ട്. പോയിട്ട് നാളെ വരൂ. പൂജയ്ക്ക് നല്ല ചിലവ് വരും, വൃദ്ധ പറഞ്ഞവസാനിപ്പിച്ചു. വൃദ്ധ ഒരു തട്ടിപ്പുകാരിയാണെന്ന് സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് അവൻ അങ്ങോട്ട് പോയില്ല. കാണാത്തതുകൊണ്ട് വൃദ്ധനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മന്ത്രവാദിനിയുടെ ഭർത്താവോ ബന്ധുവോ ആയിരിക്കും ഈ വൃദ്ധൻ. തട്ടിപ്പു സംഘങ്ങൾ. ഇനി വൃദ്ധനെ കാണാൻ പോകില്ല എന്ന് സാന്റിയാഗോ മനസ്സിൽ കരുതിയെങ്കിലും പിറ്റേ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെ അവൻ എത്തി. വൃദ്ധനവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. വൃദ്ധനോട് 2 വാക്ക് പറയണം എന്നു കരുതി തന്നെയാണ് സാന്റിയാഗോ എത്തിയത്. നിധിയിരിക്കുന്ന സ്ഥലം കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾക്കത് പോയി എടുത്താൽ പോരെ. ഞാൻ എന്തിനാണ്? സാന്റിയാഗോ ദേഷ്യപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. എന്റെ നിയോഗം നിധി എടുക്കലല്ല. നിനക്ക് അതിനുള്ള വഴി പറഞ്ഞു തരിക എന്നുള്ളതാണ്. നിന്റെ നിയോഗം കണ്ടുപിടിച്ച് അതിലേക്ക് നിന്നെ നയിക്കുക എന്നുള്ളതാണ് എന്റെ കർമ്മം. നിധി കൈക്കലാക്കാനുള്ള നിയോഗം എനിക്കില്ല, എന്നാൽ നിനക്കുണ്ട്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഓരോ നിയോഗമുണ്ട്. വൃദ്ധൻ പറയുന്നത് സാന്റിയാഗോ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താണെന്ന് നിനക്കറിയാമോ? ഒരു ഉത്തരവും സാന്റിയാഗോയുടെ മനസ്സിൽ വന്നില്ല. മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുമ്പോൾ ഒരുവന്റെ പതനം ആരംഭിക്കുന്നു. ഓരോ വ്യക്തികളും പ്രത്യേകം ജീവികളാണ്. അവരുടെ കഴിവും ആഗ്രഹങ്ങളും വ്യത്യസ്തമാണ്. മറ്റുള്ളവരെ പോലെയാകാൻ നീ ശ്രമിച്ചാൽ ഒടുവിൽ മറ്റുള്ളവനുമാകില്ല, നീയുമാകില്ല. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, പിന്നെന്തിനാണ് നീ ആട്ടിടനായത്? വൃദ്ധൻ ചോദിച്ചു. എനിക്ക് ധാരാളം യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്. കുന്നുകളും താഴ്വരകളും പുഴകളും താണ്ടിയുള്ള യാത്ര. പുതിയ നാടുകൾ എന്ത് രസമാണെന്നോ. ഞാൻ വളരെയധികം ആസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. വൃദ്ധൻ അകലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ ബേക്കറി കട നടത്തുന്ന ആളെ ശ്രദ്ധിക്കൂ. കുട്ടിക്കാലത്ത് യാത്ര ചെയ്യണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. മുതിർന്നപ്പോൾ അയാൾ ബേക്കറി കട തുടങ്ങി. ബേക്കറി നടത്തി കുറച്ചധികം കാശ് സമ്പാദിക്കണം. അതിനുശേഷം യാത്രകൾ പോകണം. അയാൾ നിശ്ചയിച്ചു. കാശുണ്ടായപ്പോൾ അയാൾ വിചാരിച്ചു, എനിക്കൊരു വീട് വെക്കണം. പിന്നെ വിവാഹം, കുട്ടികൾ, പലവിധ പ്രശ്നങ്ങളും ബാധ്യതകളും, എപ്പോഴും വലിയ തിരക്ക്. ഒന്നിനും സമയം കിട്ടുന്നില്ല. ഒരു സിനിമ കാണാൻ പോലും സമയം കിട്ടുന്നില്ല എന്നാണ് അയാളുടെ പരാതി. ഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെയാണ്. അവൻ ഇഷ്ടപ്പെട്ട തൊഴിലല്ല തിരഞ്ഞെടുക്കുന്നത്. ഫലമോ തട്ടിയും മുട്ടിയും കാലം കഴിക്കും.
സ്വന്തം നിയോഗം എന്തെന്ന് തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിക്കും. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, യാത്രകൾ ഇഷ്ടമാണ്. യാത്ര ചെയ്യാനുള്ള നിന്റെ ഇഷ്ടം കുറെ കൂടി ക്രിയാത്മകമാക്കണം. നിധി തേടിയുള്ള യാത്ര നിനക്ക് അനുയോജ്യമാണ്. മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടിവരും നിനക്ക് ലക്ഷ്യത്തിലേക്കെത്താൻ. മലകളും താഴ്വരകളും കടലും കായലും മരുഭൂമികളും മരുപ്പച്ചകളും നിനക്ക് താണ്ടേണ്ടി വരും. ധാരാളം യാത്രകൾ ചെയ്യാം. ആട്ടിടയനേക്കാൾ ഉയർന്ന നിലയിലുമെത്താം. യാത്രകളാണ് പലപ്പോഴും ഒരുവന്റെ വിധി തീരുമാനിക്കുന്നത്. ഇടയ ജോലി എനിക്ക് വളരെ സുഖകരമാണ്, സാന്റിയാഗോ പറഞ്ഞു. ഇതുതന്നെയാണ് കുഴപ്പം. ഭൂരിപക്ഷം ആളുകളും സുഖമായി എവിടെയെങ്കിലും ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവസരങ്ങൾ ഒരിക്കലെങ്കിലും എല്ലാവരുടെയും വാതിലിൽ വന്ന് മുട്ടി വിളിക്കും. അപ്പോൾ എടുക്കുന്ന തീരുമാനം അയാളുടെ വിധി നിശ്ചയിക്കും. എന്നാൽ ഭാഗ്യം അല്ലെങ്കിൽ അവസരങ്ങൾ ഓരോരുത്തരുടെയും മുന്നിലും ഓരോ രീതിയിലും വിവിധ ഭാവത്തിലുമാണ് അവതരിക്കുന്നത്. ഏതെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ അവയുടെ ഉത്തരവുമായിട്ടായിരിക്കും അവസരങ്ങൾ വന്നെത്തുക. ചിലപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ആശയമാകും നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. നിങ്ങൾ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് മുന്നോട്ടു പോകാൻ വഴി കാണാതെ നിൽക്കുമ്പോൾ സഹായഹസ്തവുമായി ഒരു വ്യക്തിയോ സ്ഥാപനമോ പ്രത്യക്ഷപ്പെടാം. ജോലി കിട്ടാതെ നിരാശനായി കഴിയുമ്പോൾ പത്രത്തിലെ ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. എന്തായാലും നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടങ്ങളിൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിക്കും. എന്നാൽ പലരും അത് തിരിച്ചറിയാറേയില്ല. വിദ്വേഷവും അസഹിഷ്ണുതയും അക്ഷമയും ഒരു മറ പോലെ നമ്മുടെ വീക്ഷണങ്ങളെ വികലമാക്കുന്നു. ഈ മറ നീക്കി നീ പുറത്തു വന്നാൽ നീ വിജയിച്ചു. നിധി നിന്റെ മുമ്പിൽ ഒരു ഭാഗ്യമോ അവസരമോ ആയി അവതരിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനം നിന്റെ ഭാവി നിശ്ചയിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു ഉരുളൻ പാറക്കഷ്ണത്തിന്റെ രൂപത്തിൽ ഒരാളുടെ മുന്നിൽ ഭാഗ്യം അവതരിച്ച കഥ ഞാൻ പറഞ്ഞു തരാം. വൃദ്ധൻ കഥ പറയാൻ ആരംഭിച്ചു. ഒരു സന്യാസിയെ സമീപിച്ച ചെറുപ്പക്കാരന്റെ ആഗ്രഹം ലോകത്തിലെ ഏറ്റവും അമൂല്യവും അപൂർവവുമായ രത്നം കരസ്ഥമാക്കണം എന്നായിരുന്നു. പല സ്ഥലങ്ങളിലും അയാൾ അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും അയാളെ തൃപ്തനാക്കിയില്ല. അവസാനം ആരോ പറഞ്ഞു, ഈ ആശ്രമത്തിൽ ദിവ്യനായ ഒരു സന്യാസിയുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കും. അങ്ങനെയാണ് അയാൾ ആശ്രമത്തിലെത്തിയത്. ചെറുപ്പക്കാരനെ സന്യാസി സശ്രദ്ധം കേട്ടു. അമൂല്യവും അത്യപൂർവവുമായ രത്നം കരസ്ഥമാക്കണമെങ്കിൽ അത് ഖനനം ചെയ്ത് എടുക്കേണ്ടിയിരിക്കുന്നു. മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ അധ്വാനിച്ചാൽ മാത്രമേ ഈ രത്നം കൈക്കലാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ തയ്യാറാണ്, ചെറുപ്പക്കാരൻ പറഞ്ഞു. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം, സന്യാസി പറഞ്ഞു. ഈ കാണുന്ന പുഴയുടെ ഉത്ഭവസ്ഥാനത്തായി കുറെ പാറക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിപ്പുണ്ട്. അവയിൽ ഒന്നിന്റെ ഉള്ളിൽ അമൂല്യമായ രത്നം ഇരിപ്പുണ്ട്. നീ കല്ലുകൾ ഓരോന്നായി പൊട്ടിച്ചു നോക്കണം. ചിലപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ നിനക്ക് രത്നം കിട്ടിയെന്ന് വരും. ഇല്ലെങ്കിൽ നീ രത്നം കിട്ടുന്നതുവരെ കല്ലുകൾ ഓരോന്നായി പൊട്ടിച്ച് പരിശോധിക്കണം. സന്യാസിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയ ശേഷം ചെറുപ്പക്കാരൻ പുഴയുടെ ഉത്ഭവസ്ഥാനം ലക്ഷ്യമാക്കി നടന്നു. മലകളും കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ദുർഘടമായ വഴികൾ താണ്ടി ചെറുപ്പക്കാരൻ പുഴയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തെത്തി. അവിടെ കൂട്ടിയിട്ടിരുന്ന കല്ലുകൾ ഓരോന്നായി അയാൾ പൊട്ടിച്ചു. 5 വർഷത്തോളം അയാൾ കഠിനാധ്വാനം ചെയ്തു. കാട്ടുകനികളും നദിയിലെ ജലവും അയാളുടെ ജീവൻ നിലനിർത്തി. അവസാനം അയാൾ തളർന്നു. ഇനി ഒരു കല്ലുപോലും പൊട്ടിക്കാനുള്ള ശേഷി തനിക്കില്ല. അയാളുടെ ക്ഷമ നശിച്ചു. ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിലുള്ള നിരാശയോടെ അയാൾ തിരിഞ്ഞു നടന്നു. നടക്കാൻ തുടങ്ങിയ അയാളുടെ കാലിൽ ഒരു ഉരുളൻ പാറക്കഷ്ണം ഉരുണ്ടുവന്ന് തട്ടി മുറിവേൽപ്പിച്ചു. ദേഷ്യത്തോടെ അയാൾ ആ പാറക്കല്ല് കയ്യിലെടുത്ത് എറിഞ്ഞു. പാറക്കല്ല് ചെന്ന് പതിച്ചത് വേറൊരു പാറക്കല്ലിൽ. അത്ഭുതം! പാറക്കല്ല് പൊട്ടിച്ചിതറി. അതിനകത്തുനിന്ന് അമൂല്യവും വിലപിടിപ്പുള്ളതുമായ രത്നം പുറത്തു വന്നു. അയാൾ ആ രത്നം കഴുകി വൃത്തിയാക്കി. അതിന്റെ ശോഭ അവിടെ ആകെ പരന്നു. അയാൾ തേടി നടന്നത് ഈ രത്നത്തിനു വേണ്ടിയാണ്. ലക്ഷ്യപ്രാപ്തി സാധ്യമായതിലുള്ള സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ മടങ്ങി. കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം വൃദ്ധൻ ചോദിച്ചു, ഈ കഥയിൽ നിന്നും നീ എന്ത് പഠിച്ചു? നിരീക്ഷണം.
ചില സൂചനകൾ മാത്രം നൽകി പൗലോ കൊയ്ലോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള ചുമതല വായനക്കാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നിസ്സാരമെന്ന് കരുതാമെങ്കിലും ഈ കഥയിൽ ചില സമസ്യകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒന്ന്, കഠിനാധ്വാനം ചെയ്താൽ ഫലം കിട്ടും എന്നാണ് ഉത്തരമെങ്കിൽ കഥ ഇങ്ങനെയാകുമായിരുന്നു. 5 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ ചെറുപ്പക്കാരൻ രത്നവുമായി വിജയശ്രീ ലാളിതനായി മടങ്ങി. 2, പ്രതിസന്ധികളിൽ ക്ഷമ നശിച്ച് തളർന്നു പോയവരുടെ കഥയാണ് ലക്ഷ്യമെങ്കിൽ ഈ കഥ വേറൊരു രീതിയിൽ അവസാനിക്കുമായിരുന്നു. 5 വർഷത്തിലധികം കഠിനാധ്വാനം ചെയ്ത ചെറുപ്പക്കാരൻ വിജയം കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ക്ഷമ നശിച്ച് നിരാശനായി മടങ്ങി എന്നതാവുമായിരുന്നു. എന്നാൽ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കഥ തുടരുകയാണ്. ക്ഷമ നശിച്ച് തളർന്ന് പരാജയപ്പെട്ട് മടങ്ങുന്ന ചെറുപ്പക്കാരന്റെ കാലിൽ ഒരു കല്ലിന്റെ രൂപത്തിൽ ഭാഗ്യം വന്ന് തട്ടുകയാണ്. വിധി ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഭാഗ്യം എന്നതുപോലെ നിർഭാഗ്യങ്ങളും ഇതുപോലെ നമ്മെ പിന്തുടരാം. പ്രേക്ഷകർക്കും ചിന്തിക്കാനുള്ള അവസരമാണിത്. നിങ്ങൾക്ക് വേറെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ദയവായി മെസ്സേജ് ചെയ്യുക. വൃദ്ധൻ പറഞ്ഞ കഥയും ചോദ്യവും സാന്റിയാഗോയെ വല്ലാതെ അലട്ടി. വിധി പലപ്പോഴും തിരിച്ചാകും സംഭവിക്കുക. നിനക്കുത്തരം കിട്ടിയോ? വൃദ്ധൻ ചോദിച്ചു. സാന്റിയാഗോ തെല്ലു ജാള്യതയോടെ ചിരിച്ചു. നീ ചിന്തിക്കുക. ചിന്തിച്ച് നിനക്ക് അനുയോജ്യമായ ഉത്തരത്തിലേക്ക് എത്തുക. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരമല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി നീ തീരുമാനിക്കുക, നിധി തേടി യാത്ര പോകണോ അതോ ആട്ടിടയനായി തുടരണോ എന്ന്. രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. നിന്റെ തീരുമാനവുമായി നാളെ ഈ സ്ഥലത്ത് ഇതേ സമയത്ത് എത്തുക. വൃദ്ധൻ നടന്നു മറഞ്ഞു. പിറ്റേ ദിവസം സാന്റിയാഗോ തന്റെ ആടുകളെ എണ്ണി തിട്ടപ്പെടുത്തി. അതിൽ നിന്ന് കൃത്യം 1/10 ആടുകളുമായി പഴയ സ്ഥലത്തെത്തി. എന്നാൽ വൃദ്ധനെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. ഇന്നലത്തെ എന്റെ പെരുമാറ്റത്തിൽ വൃദ്ധൻ എന്തെങ്കിലും അതൃപ്തി തോന്നിയോ? വൃദ്ധൻ ഇനി വരില്ലേ? സാന്റിയാഗോ ചിന്തയിലാണ്ടു. ചില സൗഭാഗ്യങ്ങൾ അങ്ങനെയാണ്, കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടും. വായിച്ച ഏതോ പുസ്തകത്തിന്റെ വരികൾ അവന്റെ ഓർമ്മയിൽ വന്നു. എന്തായാലും കാത്തിരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വൃദ്ധനെത്തി. അവൻ കൊണ്ടുവന്ന ആടുകളെ ഓരോന്ന് പരിശോധിച്ചുകൊണ്ട് വൃദ്ധൻ ചോദിച്ചു, ഇവയിൽ ഒരെണ്ണം മുടന്തനാണല്ലോ. മനുഷ്യൻ അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ തിരഞ്ഞ് ഏറ്റവും മോശമായത് കൊടുക്കും. അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ കമ്പിളി നൽകുന്നത് ഈ മുടന്തനായ ആടാണ്, സാന്റിയാഗോ പറഞ്ഞു. നിധി ഇരിക്കുന്നത് എവിടെയാണ്? അവന്റെ സ്വരം ആർദ്രമായിരുന്നു. എന്നാൽ ഉത്തരം പറയാതെ വൃദ്ധൻ സാന്റിയാഗോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മുഖത്ത് വലിയ പരിഭ്രമം കാണുന്നു. പെട്ടെന്നൊരു ദിവസം വലിയ സൗഭാഗ്യം കയ്യിലെത്തുമ്പോൾ ചിലർ ബോധം കെട്ടു വീഴും. ബോധക്കേടിൽ നിന്നും ഒരിക്കലും ഉണരാത്തവരും ഉണ്ട്. ചിലർക്ക് ചില സൗഭാഗ്യങ്ങൾ അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കയ്യിൽ കിട്ടിയ നിധി ഉപേക്ഷിച്ച് ഭ്രാന്തു പിടിച്ച് ഓടിപ്പോയവരുമുണ്ട്. ആദ്യം നീ നിന്റെ ടെൻഷനും ആകാംക്ഷയുമൊക്കെ കളഞ്ഞ് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും. നീ ആദ്യമായി ചെയ്യേണ്ടത് 2 കണ്ണുകളും അടച്ച് വെറുതെയിരിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നിനക്ക് റിലാക്സായി എന്ന് തോന്നുമ്പോൾ കണ്ണുകൾ തുറക്കുക. വൃദ്ധൻ പറഞ്ഞതുപോലെ കണ്ണുകൾ അടച്ച് സാന്റിയാഗോ കുറേ സമയമിരുന്നു. അവന്റെ മനസ്സിലെ ആശങ്കകളും ടെൻഷനും ഒക്കെ മാറി. അവന് പ്രത്യേകമായ ഒരു അനുഭവം തോന്നി. മനസ്സ് സമാധാനപൂർണമായി കഴിഞ്ഞപ്പോൾ അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു. വൃദ്ധനെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. നീ എന്റെ അടുത്തേക്ക് വരൂ, വൃദ്ധൻ ആവശ്യപ്പെട്ടു. സാന്റിയാഗോ വൃദ്ധന്റെ അരികിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു. സാന്റിയാഗോയുടെ കാതിൽ അടക്കം പറയുന്നത് പോലെ പതിഞ്ഞ സ്വരത്തിൽ വൃദ്ധൻ മന്ത്രിച്ചു. ഈജിപ്തിൽ പിരമിഡുകളുടെ ഇടയിലാണ് നിധിയിരിക്കുന്നത്, വൃദ്ധൻ പറഞ്ഞു. അത്രയും ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണല്ലോ. ഇത് പറയാനാണോ എന്റെ ആടുകളെ പ്രതിഫലമായി വാങ്ങിയത്? ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ശരിയാണ്. പക്ഷേ ഞാൻ പ്രതിഫലമായി ആടുകളെ വാങ്ങി. പകരം പിരമിഡുകൾക്കിടയിലാണ് നിധിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാണ് നിന്റെ മനസ്സിൽ അക്കാര്യം ശരിയായ രീതിയിൽ പതിഞ്ഞത്. പല കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്കറിയാവുന്നവയായിരിക്കും, അല്ലെങ്കിൽ
എവിടെയെങ്കിലും വച്ചു കേട്ടതായിരിക്കും. പക്ഷേ അതുറപ്പിക്കാനും അവിടേക്ക് നയിക്കാനും ഒരു ഗുരു വേണം. നിധിയിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാനുള്ള മാർഗങ്ങളും യാത്രക്കിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ നിന്നെ പഠിപ്പിക്കും. അതിനു മുൻപായി നീ കണ്ണുകൾ അടച്ചിരുന്ന് കുറച്ചു സമയം ഞാൻ ഇതുവരെ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ നീ മനസ്സിലാക്കിയ കാര്യങ്ങളും ഓരോന്നായി ഓർത്തെടുക്കണം. അവൻ കണ്ണുകൾ അടച്ചിരുന്നു. വൃദ്ധൻ പറഞ്ഞു തന്ന ജീവിത രഹസ്യങ്ങൾ ഓരോന്നായി ഓർത്തെടുത്തു. 1. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? നാം എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയും ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. 2. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ എന്താണ്? ജീവിതയാത്രക്കിടയിൽ ചിലപ്പോൾ മനുഷ്യന് അവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നീട് എല്ലാം വിധിക്ക് വിട്ടിട്ട് അവൻ നിഷ്ക്രിയനാകുന്നു. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. 3. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്താണ്? മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. 4. ഒന്നും വെറുതെ കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. വെറുതെ കിട്ടുന്നത് മിക്കപ്പോഴും നമുക്കുതകില്ല. 5. ആരെയും അത്ര നിസ്സാരമായി കാണരുത്. നാം നിസ്സാരമായി കാണുന്ന വ്യക്തികളോ വസ്തുക്കളോ ആകാം നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. 6. ഓരോരുത്തരും തന്റെ ജീവിത നിയോഗം തിരിച്ചറിയണം. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു ഗുരു ആവശ്യമാണ്. 7. യാത്രകളാണ് പലപ്പോഴും ഒരുവന്റെ വിധി നിശ്ചയിക്കുന്നത്. 8. അവസരങ്ങൾ ഒരിക്കലെങ്കിലും എല്ലാവരുടെയും വാതിലിൽ വന്ന് മുട്ടിവിളിക്കും. അപ്പോൾ എടുക്കുന്ന തീരുമാനം അയാളുടെ വിധി നിശ്ചയിക്കും. 9. പലരും പലതും ഉപദേശിക്കും. അതെല്ലാം സശ്രദ്ധം കേൾക്കുക, ചിന്തിക്കുക. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ, നിനക്കിണങ്ങുന്നത് എന്താണോ അത് മാത്രം സ്വീകരിക്കുക. സാന്റിയാഗോ ചിന്തയിൽ നിന്നും ഉണർന്നു. അവനെ തന്നെ നോക്കിക്കൊണ്ട് വൃദ്ധനിരിക്കുന്നു. നീ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലിട്ട് പരുവപ്പെടുത്തി ചിന്തയിൽ എത്തിച്ചോളൂ. അതേ എന്ന അർത്ഥത്തിൽ സാന്റിയാഗോ പുഞ്ചിരിച്ചു. നിന്റെ നിയോഗം തേടിയുള്ള യാത്രയ്ക്ക് നീ പാകപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു, വൃദ്ധൻ പറഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാന്റിയാഗോ ചോദിച്ചു. യാത്രയ്ക്കുള്ള പണം സംഘടിപ്പിക്കുക എന്നതാണ് നിന്റെ ആദ്യത്തെ കർത്തവ്യം. സാന്റിയാഗോ ഒന്ന് ഞെട്ടി. ആട്ടിടയനായ ഞാൻ പിരമിഡുകളിലെ നാട്ടിലെത്താൻ വേണ്ട പണം എങ്ങനെ സംഘടിപ്പിക്കും? അവനാകെ വേവലാതി പൂണ്ടു. ഇതുവരെ ഇക്കാര്യം ഞാൻ ചിന്തിച്ചതേയില്ല. വൃദ്ധനോട് തന്നെ ചോദിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും അറിയാമെന്ന ഭാവത്തിൽ പെരുമാറുന്ന ത്രികാലജ്ഞാനിയായ വൃദ്ധൻ തന്നെ മറുപടി പറയട്ടെ. ഇത്രയും പണം ഞാൻ എങ്ങനെ സംഘടിപ്പിക്കും? സാന്റിയാഗോ ചോദിച്ചു. നിന്റെ ആടുകളെ വിൽക്കണം, വൃദ്ധൻ നിസ്സാരമായി ഉത്തരം നൽകി. ആടുകളെ വിൽക്കാനോ? സാന്റിയാഗോ അമ്പരന്നു. ഈ ആടുകളെ വിൽക്കുന്നത് നിനക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. പുതിയ ലക്ഷ്യം തേടിപ്പോകുന്ന നിനക്ക് ഈ ആട്ടിൻപറ്റത്തെ എന്തിനാണ്? നീ പോയാൽ അവരെ ആര് നോക്കും? വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വരും. ഈ ആടുകളെയൊക്കെ വിറ്റ് യാത്രയ്ക്കുള്ള പണവുമായി 2 ദിവസം കഴിഞ്ഞു വരും. ഇപ്പോൾ ഞാൻ പോവുകയാണ്. തനിക്ക് പ്രതിഫലമായി കിട്ടിയ ആടുകളുമായി വൃദ്ധൻ നടന്നു മറഞ്ഞു. നിധി ഒരു പ്രതീകമായിട്ടാണ് പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നും ആ സ്വപ്നങ്ങൾ ഫലവത്താകാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും വൃദ്ധനിലൂടെ പൗലോ കൊയ്ലോ വരച്ചു കാട്ടുകയാണ്. എന്നാൽ പല കാര്യങ്ങളും സൂചനയുടെ രൂപത്തിലും പ്രതീക രൂപത്തിലുമാണ് വിവരിച്ചിരിക്കുന്നത്. ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് നമ്മുടെ മഹാനായ മുൻ രാഷ്ട്രപതി ശ്രീ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. വളരെയധികം ആലോചനകൾക്ക് ശേഷം ആടുകളെ വിൽക്കാൻ തന്നെ സാന്റിയാഗോ തീരുമാനിച്ചു. ഇത്ര കുറഞ്ഞ കാലയളവിനുള്ളിൽ
ഇത്രയധികം ആടുകളെ വാങ്ങാനുള്ളവരെ എങ്ങനെ കണ്ടെത്തും? നമുക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞാൽ വാങ്ങാൻ വരുന്നവൻ വില കുറയ്ക്കും. എന്തായാലും ഇവയെ വിറ്റ് പണം സംഘടിപ്പിക്കണം. സാന്റിയാഗോ അന്വേഷണം ആരംഭിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ സാന്റിയാഗോ തന്റെ ബാക്കിയുണ്ടായിരുന്ന ആടുകളെയെല്ലാം വിറ്റ് യാത്രയ്ക്കുള്ള പണം സമ്പാദിച്ചു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുമായി സാന്റിയാഗോ വൃദ്ധനെ സമീപിച്ചു. നിന്റെ ആടുകളെയൊക്കെ എന്തു ചെയ്തു? വൃദ്ധൻ ചോദിച്ചു. ഞാൻ ആടുകളെ മൊത്തമായി ഒരു പരിചയക്കാരന് വിറ്റു. നല്ല വിലയും കിട്ടി. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ആട്ടിടയപ്പയ്യൻ എങ്ങനെ ഇത് സാധിച്ചു എന്ന് അങ്ങ് അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും. ഒരു കണക്കിന് അത് അത്ഭുതം തന്നെയായിരുന്നു. എന്റെ പരിചയക്കാരന് ആട്ടിടയനാകണമെന്നതായിരുന്നു ആഗ്രഹം. മൊത്തമായി ആടുകളെ വിൽക്കുന്നവരുണ്ടോ എന്ന അന്വേഷണത്തിലായിരുന്നു അയാൾ. ആടുകളെ വാങ്ങാനുള്ള ആളെ സംഘടിപ്പിക്കാൻ അയാളുടെ സഹായം തേടാൻ വേണ്ടിയായിരുന്നു ഞാൻ അയാളെ സമീപിച്ചത്. ആടുകളെ വിൽക്കാനുള്ള എന്റെ തീരുമാനം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ചോദിച്ച വിലയ്ക്ക് അയാൾ ആടുകളെ മൊത്തമായി വാങ്ങി. എനിക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നു. സാന്റിയാഗോ വാചാലനായി. സാന്റിയാഗോയുടെ ആവേശകരമായ സംസാരം കേട്ട് വൃദ്ധനൊന്ന് പുഞ്ചിരിച്ചു. നീ സ്വയം മതിമറക്കരുത്. നീ ഒരു മഹാസംഭവം തന്നെയെന്ന് അഹങ്കരിക്കരുത്. എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോൾ സമയം നല്ലതാണെന്ന് കരുതാം. വൃദ്ധൻ തുടർന്നു. നീ ചീട്ട് കളിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളിയൊന്നും അറിയാത്തവരും ചിലപ്പോൾ ആദ്യ തവണ തന്നെ വിജയിക്കും. ഇതിനെ തുടക്കക്കാരന്റെ വിജയം അല്ലെങ്കിൽ തുടക്കക്കാരന്റെ ഭാഗ്യം എന്ന് പറയും. ആരംഭത്തിലെ ഭാഗ്യത്തെക്കുറിച്ചുള്ള വൃദ്ധന്റെ അഭിപ്രായം സാന്റിയാഗോയ്ക്ക് വളരെ കൗതുകമുള്ള ഒന്നായി തോന്നി. ചീട്ടുകളി ശരിക്കറിയാതെ കളിക്കാനിരുന്ന താൻ ആദ്യ തവണ തന്നെ വിജയിച്ചത് അവൻ ഓർത്തെടുത്തു. പിന്നീട് ഭൂരിപക്ഷം അവസരങ്ങളിലും തോറ്റ് തുന്നം പാടുകയാണ് ഉണ്ടായത്. കൈനഷ്ടം കൂടിയപ്പോൾ ബുദ്ധിപൂർവം പിന്മാറി. എന്തുകൊണ്ടാണ് കളിയൊന്നും അറിയാതെ ആദ്യ തവണ വിജയിച്ചതും പിന്നീട് തുടർച്ചയായി പരാജയപ്പെട്ടതും? അന്ന് ഇതിനെക്കുറിച്ച് താൻ ചിന്തിച്ചതേയില്ല. വൃദ്ധൻ പറഞ്ഞപ്പോഴാണ് ഇക്കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത്. നീ എന്താണ് ആലോചിക്കുന്നത്? വൃദ്ധൻ ചോദിച്ചു. ഞാനും ചീട്ട് കളിച്ചിട്ടുണ്ട്. ഇപ്പോഴോ? അവൻ ജാള്യതയോടെ ചിരിച്ചു. ആദ്യ തവണ നീ വിജയിച്ചു അല്ലേ? സാന്റിയാഗോ തലയാട്ടി. ഇപ്പോൾ നീ ചീട്ട് കളിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇല്ല എന്നതാണ് ഉത്തരം എന്നെനിക്കറിയാം. കാരണം ആദ്യ തവണ നീ വിജയിച്ചപ്പോൾ നീ വിചാരിച്ചു നീ ചീട്ടുകളിയുടെ ആശാനാണെന്ന്. ചീട്ടുകളി കണ്ടുപിടിച്ചത് തന്നെ നീയാണ് എന്ന ഭാവം ആയിരുന്നു നിന്റേത്. അന്നത്തെ നിന്റെ മുഖഭാവം നീ ഓർക്കുന്നില്ല എങ്കിലും എനിക്ക് ഊഹിക്കാൻ കഴിയും. വൃദ്ധൻ തുടർന്നു. ആദ്യ തവണ തന്നെ നീ വിജയിച്ചാൽ അതിന്റെ അർത്ഥം ആ കളി നിനക്ക് ഇണങ്ങുന്നതാണ് എന്നാണ്. എന്നാൽ വിജയം നിലനിർത്തണമെങ്കിൽ ചീട്ടുകളി നല്ലതുപോലെ പഠിക്കണം. എതിരാളിയുടെ കയ്യിലെ കാർഡുകളെക്കുറിച്ച് ഊഹിക്കാൻ കഴിയണം. എതിരെ കളിക്കുന്നവന്റെ സ്വഭാവം, ശൈലികൾ, നീക്കങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വിജയം നിലനിർത്താൻ കഴിയൂ. വൃദ്ധനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന സാന്റിയാഗോ ഒരു സംശയം ഉന്നയിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചീട്ടുകളിയുടെ ബാലപാഠം പോലും അറിയാത്തവൻ എങ്ങനെ ആദ്യ തവണ ജയിക്കും? ആരംഭ വിജയം എങ്ങനെ സംഭവിക്കുന്നു? സാന്റിയാഗോയുടെ ചോദ്യം കേട്ട് വൃദ്ധൻ അല്പസമയം മിണ്ടാതെയിരുന്നു. എന്നിട്ട് തുടർന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയെയും അതിനിണങ്ങുന്ന വഴിയെ തിരിച്ചുവിടുന്ന ഒരു ശക്തിയുണ്ട്. ആദ്യ തവണ വിജയിച്ചാൽ സ്വാഭാവികമായും അവൻ അതേ വഴിയിലൂടെ സഞ്ചരിക്കും. എന്നാൽ വിജയം നിലനിർത്തണം എങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ സംഗതികളൊക്കെ ഒത്തുവരണം. വൃദ്ധൻ ദീർഘമായി ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടു. എന്നിട്ട് തുടർന്നു. ഈ പ്രപഞ്ചത്തിൽ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഓരോ സംഗതികളും മറ്റൊന്നിന്റെ തുടർച്ചയാണ്. ഈ സംഭവങ്ങൾ തമ്മിൽ അദൃശ്യമായ കണ്ണികളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ കണ്ണികൾ എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്നേ പ്രവചിക്കാൻ കഴിയും. ആർക്കും കഴിയുമോ? സാന്റിയാഗോ ആകാംക്ഷയോടെ ചോദിച്ചു. ആർക്കും കഴിയും, വൃദ്ധൻ പറഞ്ഞു. എങ്ങനെ? സാന്റിയാഗോയുടെ സ്വരം സന്തോഷം കൊണ്ട് അല്പം ഉയർന്നു. പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. വൃദ്ധൻ തുടർന്നു. നാം എന്തു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പ്രകൃതി
ചില സൂചനകൾ തരും. ആ സൂചനകളിൽ നിന്ന് നീ കാര്യങ്ങൾ ഗ്രഹിക്കണം. സൂചനകളിൽ നിന്നും അവയെ ബന്ധിപ്പിക്കുന്ന കണ്ണികൾ കണ്ടെത്താം. ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ സാന്റിയാഗോ വൃദ്ധനെ നോക്കി. ഞാനൊരു ഉദാഹരണം പറയാം. നീ യാത്രയ്ക്കുള്ള പണം സമ്പാദിക്കാനായി ആടുകളെ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കച്ചവടം നടന്നു. നല്ല വിലയും കിട്ടി. ഇത് പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ്. കാര്യങ്ങൾ നിനക്ക് അനുകൂലമായി നീങ്ങുന്നു എന്നതിന്റെ സൂചന. നിധി തേടിയുള്ള യാത്രയിൽ തുടക്കം നന്നായി. ഇനി നീ യാത്ര ആരംഭിക്കുകയാണ് വേണ്ടത്. നിധി തേടി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ പലവിധ അപകടങ്ങളും ചതിക്കുഴിയും നിനക്ക് തരണം ചെയ്യേണ്ടി വരും. ആപത്ത് ഉണ്ടാകുന്നതിനു മുമ്പ് പ്രകൃതി നിനക്ക് ചില സൂചനകൾ തരും. ആ സൂചനകൾ അനുസരിച്ച് നീ യാത്ര തുടരണം. സൂചനകൾ മോശമായാൽ നീ യാത്ര നിർത്തിവച്ച് അനുകൂല സാഹചര്യം വരുന്നതുവരെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നിനക്ക് വീണ്ടും സൂചനകൾ കിട്ടും. സൂചന അനുകൂലമായാൽ വീണ്ടും യാത്ര തുടരാം. സൂചനകൾ മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യും? സാന്റിയാഗോ ചോദിച്ചു. സൂചനകൾ മനസ്സിലാക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കണം. മുൻകാല സംഭവങ്ങൾ വിലയിരുത്തി മനസാക്ഷി ഒരു ഉത്തരം തരും. എന്നിട്ടും ഉത്തരം കിട്ടിയില്ല എങ്കിൽ എന്തു ചെയ്യും? സാന്റിയാഗോയ്ക്ക് സംശയം വിട്ടുമാറുന്നില്ല. സാന്റിയാഗോയുടെ സന്ദേഹം വിട്ടുമാറാത്ത മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, നിന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല എങ്കിൽ അവസാനമായി ഒരു വഴിയുണ്ട്. വൃദ്ധൻ തന്റെ അരപ്പട്ടയിൽ നിന്നും 2 കല്ലുകൾ പുറത്തെടുത്തു. വെളുത്തതും കറുത്തതുമായ 2 കല്ലുകൾ. കല്ലുകൾ സാന്റിയാഗോയ്ക്ക് നൽകിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ഇത് യൂറീം, മറ്റേത് തുമ്മീം. ഇതു നീ എപ്പോഴും നിന്റെ കുപ്പായത്തിന്റെ കീശയിൽ സൂക്ഷിച്ചു വയ്ക്കണം. കറുത്ത കല്ലിന് ശരി എന്നും വെളുത്ത കല്ലിന് തെറ്റ് എന്നും അർത്ഥം. നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ സൂചനയും മനസാക്ഷിയും നിനക്ക് ശരിയായ മാർഗനിർദ്ദേശമല്ല നൽകുന്നത് എന്ന് തോന്നിയാൽ നീ നിന്റെ 2 കണ്ണുകളും അടച്ച് കുറച്ചു സമയം പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കീശയിൽ വലതു കൈ ഇട്ട് ഒരു കല്ലെടുക്കണം. കറുത്ത കല്ലാണ് എടുക്കുന്നതെങ്കിൽ നീ വിചാരിച്ച കാര്യം ശരിയാകും. നീ എടുത്ത തീരുമാനം ശരിയാണ് എന്ന് മനസ്സിലാക്കണം. വെളുത്ത കല്ലാണ് എടുത്തതെങ്കിൽ തിരിച്ചും മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശരിയെന്നോ തെറ്റെന്നോ ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടത്തക്ക വണ്ണം നിന്റെ പ്രശ്നങ്ങൾ ക്രോഡീകരിക്കണം. സാന്റിയാഗോയ്ക്ക് മനസമാധാനമായി. അവൻ കല്ലുകൾ 2 തന്റെ കീശയിലിട്ടു. ഒരു തരത്തിലും കുരുക്കഴിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് ഈ കല്ലുകൾ ഉത്തരം നൽകും. അവന്റെ ആത്മവിശ്വാസം വല്ലാതെയങ്ങ് ഉയർന്നതായി അവൻ അനുഭവപ്പെട്ടു. നിരീക്ഷണം. നിമിത്തങ്ങളും ശകുനങ്ങളും സൂചനകളും ഗണിച്ച് സന്ദേഹിയായ മനുഷ്യന്റെ സൗഭാഗ്യം തേടിയുള്ള യാത്രയാണ് ദി ആൽക്കമിസ്റ്റ് നോവലിന്റെ പ്രമേയം. ഏത് ലോകത്തെയും സ്വർണമാക്കി മാറ്റാനുള്ള അത്ഭുത വിദ്യ കൈവശം ഉള്ളവൻ എന്നാണ് ആൽക്കമിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. മനുഷ്യൻ എന്നും സന്ദേഹിയാണ്. അതുകൊണ്ടുതന്നെ ശകുനങ്ങളും കല്ലുകളും കവടി നിരത്തലും എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്നു. എന്നാൽ ഭൂരിപക്ഷം ആളുകളും വ്യാജസിദ്ധന്മാരുടെയും മന്ത്രവാദികളുടെയും ചതിക്കുഴിയിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. നിങ്ങളുടെ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ. സാന്റിയാഗോ കല്ലുകൾ 2 തന്റെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഭദ്രമായി നിക്ഷേപിച്ചു. ഇനി പേടിക്കാനില്ല. അവന്റെ ചാഞ്ചല്യങ്ങളൊക്കെ മാറി. നിധി കണ്ടെത്തുന്നതിനായി തന്നെ സഹായിക്കാൻ വൃദ്ധൻ നൽകിയ അമൂല്യ നിധിയാണ് ഈ കല്ലുകൾ. വൃദ്ധന് 10 ഭാഗം ആടുകളെ നൽകിയതിലുള്ള നഷ്ടബോധം അവനിൽ നിന്ന് പൂർണ്ണമായും അകന്നു. അവനെ ചിന്തയിൽ നിന്നും ഉണർത്തിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, എന്തൊക്കെ ഉപായങ്ങളുണ്ടായാലും മനസാക്ഷി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉത്തമം. ഇവിടുത്തെ തുറമുഖത്ത് ഒരു കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലേക്ക് പോകുന്ന കപ്പലാണെന്ന് തോന്നുന്നു. നീ അതിൽ കയറി ആഫ്രിക്കയിൽ ഇറങ്ങണം. അവിടെ നിന്നും പിരമിഡുകളുടെ നാട്ടിലേക്ക്.
യാത്രയുടെ ഓരോ പടവുകളും താണ്ടുമ്പോഴും നിനക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ: നിധി കണ്ടെത്തണം. പലവിധ പ്രലോഭനങ്ങളും നിന്നെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കും. യാത്രാമധ്യേ കണ്ടെത്തുന്ന സൂചനകളും നിമിത്തങ്ങളും നിനക്ക് വഴികാട്ടിയാകും. ചിലപ്പോൾ നീ ഇതുവരെ സമ്പാദിച്ചതെല്ലാം യാത്രാമധ്യേ നഷ്ടപ്പെട്ടു എന്ന് വരാം. പക്ഷേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിൻ്റെ 100 മടങ്ങ് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിനുള്ള സാമഗ്രികളെല്ലാം എല്ലാ മനുഷ്യരിലുമുണ്ട്. സാന്റിയാഗോ യാത്ര പുറപ്പെടുവാനായി എഴുന്നേറ്റു. എന്നാൽ വൃദ്ധൻ വീണ്ടും പറയാൻ തുടങ്ങി: യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഈ കഥ കൂടി കേൾക്കൂ. അത് നിനക്ക് യാത്രയിൽ ഉപകരിക്കും. ഒരു വ്യാപാര പ്രമുഖൻ തൻ്റെ വ്യാപാരങ്ങളൊക്കെ മകനെ ഏൽപ്പിക്കാൻ നിശ്ചയിച്ചു. വ്യാപാര ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പായി അവനെ സർവ്വവിദ്യകളും അഭ്യസിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി പല ഗുരുക്കന്മാരുടെയും അടുത്തേക്ക് മകനെ അയച്ച് പഠിപ്പിച്ചു. ദിവസങ്ങളും മാസങ്ങളും താണ്ടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവൻ അക്കാലത്തെ പ്രശസ്തനായ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തി. വലിയ ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു ഗുരു താമസിച്ചിരുന്നത്. ഒരു ആശ്രമമോ അല്ലെങ്കിൽ ചെറിയ കുടിലോ ആയിരിക്കും ഗുരുവിൻ്റെ വാസസ്ഥലം എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവനാകെ അമ്പരന്നുപോയി. വളരെ സവിശേഷതയോടെ പണിത അതിമനോഹരമായ ഒരു വലിയ കൊട്ടാരമായിരുന്നു ഗുരുവിൻ്റെ ആസ്ഥാനം. കൊട്ടാരത്തിനകത്തു കടന്ന താൻ ഏതോ മായാലോകത്തിലോ യക്ഷഗ്രഹത്തിലോ ചെന്നെത്തിയോ എന്നവൻ സംശയിച്ചു. അത്രയ്ക്ക് വിസ്മയകരമായിരുന്നു കൊട്ടാരത്തിനുള്ളിലെ കൊത്തുപണികളും പൂന്തോട്ടവുമൊക്കെ. സ്വർണ്ണ തളികകളിൽ നിരത്തിവച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ, വിവിധ കലാപരിപാടികൾ അനേകം വേദികളിൽ അരങ്ങു തകർക്കുന്നു. ചിലർ ഭക്ഷണം കഴിക്കുന്നു, മറ്റു ചിലർ കലാപരിപാടികൾ ആസ്വദിക്കുന്നു, ചിലർ കൊട്ടാരവും പരിസരവും നടന്നു കാണുന്നു. ആകപ്പാടെ ഒരു മേളം തന്നെയായിരുന്നു അവിടെ. അവൻ ഗുരുവിനെ കാണാനായി ചെന്നു. അവിടെ നീണ്ട ക്യൂ ആയിരുന്നു. വളരെയധികം സമയം കാത്തിരുന്നതിനു ശേഷമാണ് അവന് ഗുരുവിനെ കാണാൻ അവസരം ലഭിച്ചത്. അവൻ ഗുരുവിനെ സന്ദർശിച്ചു, തൊഴുതു. എന്താണ് നിന്റെ പ്രശ്നം? ഗുരു ചോദിച്ചു. എനിക്ക് സന്തോഷത്തിൻ്റെ രഹസ്യം അറിയണം. എന്താണ് യഥാർത്ഥ സന്തോഷം? അത് എങ്ങനെ സ്ഥായിയായി നിലനിർത്താം? ഇക്കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ഞാൻ വന്നത്. അയാൾ തൻ്റെ ആഗമനോദ്ദേശം ഗുരുവിനെ അറിയിച്ചു. ഇപ്പോൾ ഞാൻ വളരെ തിരക്കിലാണ്. നീ ഈ കൊട്ടാരമൊക്കെ ഒന്ന് നടന്നു കണ്ടിട്ട് വരൂ, ഗുരു പറഞ്ഞു. പോകാൻ തുടങ്ങിയ അവൻ്റെ കയ്യിൽ ഒരു സ്പൂണിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നൽകിയ ശേഷം ഗുരു പറഞ്ഞു, നീ കൊട്ടാരം മൊത്തം നടന്നു കാണുമ്പോൾ നിന്റെ കയ്യിൽ ഈ സ്പൂണും സദാസമയവും ഉണ്ടായിരിക്കണം. ഈ സ്പൂണിലെ എണ്ണ ഒരു തുള്ളി പോലും കളയാതെ സൂക്ഷിക്കുകയും വേണം. അവൻ ഗുരുവിൻ്റെ കയ്യിൽ നിന്നും ലഭിച്ച എണ്ണ നിറച്ച സ്പൂണും കയ്യിൽ പിടിച്ചുകൊണ്ട് കൊട്ടാരം മുഴുവൻ കറങ്ങി നടന്നു. വളരെ സൂക്ഷിച്ചായിരുന്നു അയാൾ കൊട്ടാരത്തിലൂടെ നടന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞ് അവൻ ഗുരുവിൻ്റെ അടുത്തു തിരിച്ചെത്തി. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ കറങ്ങി ഒരു തുള്ളി എണ്ണ പോലും കളഞ്ഞില്ല. അവൻ വിജയിയുടെ ഭാവത്തിൽ സ്പൂൺ ഗുരുവിനെ കാണിച്ചു. നീ എന്തൊക്കെ കണ്ടു? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഗുരു ചോദിച്ചു. ഗുരുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറിപ്പോയ അവൻ പറഞ്ഞു, എന്റെ ശ്രദ്ധ മുഴുവൻ സ്പൂണിലെ എണ്ണ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിലായിരുന്നു. അതിനാൽ കാഴ്ചകളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ശരി, നീ ഒരിക്കൽ കൂടി കൊട്ടാരവും പരിസരങ്ങളും കണ്ടിട്ട് വരൂ. എല്ലാം ആസ്വദിച്ച് വിശദമായി തന്നെ കാണണം. നീ മടങ്ങി വരുമ്പോൾ നീ കണ്ട കാഴ്ചകളെയും അത്ഭുതങ്ങളെയും കുറിച്ച് ഞാൻ ചോദിക്കും. അപ്പോൾ നീ വ്യക്തമായ മറുപടി നൽകണം. കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ ഈ സ്പൂണും അതിലെ എണ്ണയും നിന്റെ കയ്യിൽ തന്നെ ഭദ്രമായി ഇരിക്കട്ടെ, ഗുരു പറഞ്ഞു. അവൻ വർദ്ധിച്ച ഉത്സാഹത്തോടെ കൊട്ടാരം മുഴുവൻ നടന്നു കണ്ടു. അവിടുത്തെ കൊത്തുപണികൾ, ആട്ടുകട്ടിലുകൾ, സവിശേഷതയുള്ള ഫർണിച്ചറുകൾ, മനോഹരമായ ഉദ്യാനങ്ങൾ എല്ലാം അയാൾ ആസ്വദിച്ചു കണ്ടു. ഉദ്യാനങ്ങളിൽ വളരെ ദൂരെ നിന്ന് പറന്നു വന്ന വിവിധ വർണ്ണത്തിലുള്ള പക്ഷികൾ,
അവയുടെ മനോഹരമായ സംഗീതം, വിവിധ വേദികളിലായി നടക്കുന്ന കലാവിരുന്നുകൾ എല്ലാം അയാൾ നല്ല രീതിയിൽ ആസ്വദിച്ചു കണ്ടു. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആസ്വാദനത്തിനു ശേഷം അയാൾ ഗുരുവിന്റെ അടുക്കൽ തിരിച്ചെത്തി. അയാൾ വളരെയധികം ഉന്മേഷഭരിതനായിരുന്നു. നീ എല്ലാം ഭംഗിയായി ആസ്വദിച്ചു കണ്ടോ? ഗുരു ചോദിച്ചു. ഞാനെല്ലാം വിശദമായി നല്ലതുപോലെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി. നല്ല ആഹ്ലാദകരമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. സമയം പോയത് അറിഞ്ഞതേയില്ല. അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്, അവൻ ഗുരുവിനോട് പറഞ്ഞു. നിന്റെ കയ്യിലെ എണ്ണ എവിടെ? ഗുരു ചോദിച്ചു. അപ്പോഴാണ് അവൻ തന്റെ കയ്യിലെ സ്പൂൺ ശ്രദ്ധിച്ചത്. സ്പൂണിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലായിരുന്നു. കാഴ്ചകൾ ആസ്വദിച്ചു നടക്കുന്നതിനിടയിൽ അയാൾ തന്റെ കയ്യിലെ സ്പൂണും എണ്ണയും ശ്രദ്ധിക്കാൻ മറന്നുപോയിരുന്നു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാം ഈ ലോകത്തെ സർവ്വ സൗഭാഗ്യങ്ങളും ആസ്വദിക്കണം. അപ്പോഴും നമ്മുടെ കൈവശമുള്ള എണ്ണ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇങ്ങനെ ചെയ്താൽ സന്തോഷം സ്ഥായിയായി നിലനിൽക്കും. ഇതാണ് സന്തോഷത്തിന്റെ രഹസ്യം. വ്യാപാരി പ്രമുഖന്റെ മകന് ഗുരുവിന്റെ ഉത്തരത്തിന്റെ പൊരുൾ മനസ്സിലായി. അയാൾ ഗുരുവിന് ദക്ഷിണ വച്ച് തൊഴുതു മടങ്ങി. കഥ പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് വൃദ്ധൻ സാന്റിയാഗോയോട് ചോദിച്ചു, ഈ കഥയിൽ നിന്നും നീ എന്തു മനസ്സിലാക്കി? സാന്റിയാഗോ ആലോചനയിലാണ്ടു. എന്തു മനസ്സിലാക്കാൻ? മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഗുരു വ്യാപാരി പ്രമുഖന്റെ പുത്രനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. സാന്റിയാഗോയെ ചിന്തയിൽ നിന്നും ഉണർത്തിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു, കഥയിലെ ഗുണപാഠം ഗുരു പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നീ കഥ കേട്ട് രസിച്ചിരുന്നാൽ പോരാ. ഈ ഗുണപാഠം നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയണം. കുറച്ചു സമയം ആലോചിച്ച ശേഷം സാന്റിയാഗോ പറഞ്ഞു, ആട്ടിടയനായ എനിക്ക് കുന്നും മലയും കറങ്ങി നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പുതിയ പുതിയ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കാനും അവസരം കിട്ടും. പക്ഷേ അപ്പോഴും ഇടയന്റെ കണ്ണ് ആട്ടിൻപറ്റത്തിന്റെ നേർക്കായിരിക്കണം. അവ കൂട്ടം തെറ്റാതെ നോക്കണം. വന്യമൃഗങ്ങൾ കൊന്നു തിന്നാതെ നോക്കണം. എല്ലാ സുഖങ്ങളും ആസ്വദിക്കുമ്പോഴും ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കുന്നതിന് വീഴ്ച വരാതെ ഇരുന്നാൽ സന്തോഷം നിലനിൽക്കും. അതല്ലേ ഇടയനെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ പൊരുൾ? അവന്റെ ഉത്തരം വൃദ്ധന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നതിൽ നിന്ന് കൂടുതൽ സൂചനകളിൽ നിന്ന് സമസ്യയുടെ ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ഇനി നിനക്ക് ധൈര്യമായി ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടങ്ങാം. തുറമുഖത്തു നിന്ന് കപ്പൽ പുറപ്പെടാനുള്ള സമയമെടുത്തു. വൃദ്ധൻ സാന്റിയാഗോയുടെ തലയിൽ കൈവച്ചുകൊണ്ട് എന്തൊക്കെയോ മന്ത്രിച്ചു. അവന് ശരീരത്തിൽ കൂടി പുതിയ എനർജി പടർന്നു കയറിയതായി അനുഭവപ്പെട്ടു. വൃദ്ധന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വളരെ ഊർജ്ജസ്വലനായി സാന്റിയാഗോ തുറമുഖം ലക്ഷ്യമാക്കി നടന്നു. തുറമുഖത്ത് ഒരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് അവൻ കണ്ടു. ഇതെവിടേക്കാണ്? അവൻ അടുത്ത് കണ്ട ഒരാളോട് അന്വേഷിച്ചു. ആഫ്രിക്കയിലേക്ക്. അവൻ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച ഉത്തരം കിട്ടി. അവന് വളരെ സന്തോഷം തോന്നി. നിമിത്തങ്ങളും സൂചനകളും തനിക്ക് അനുകൂലമായി വരുന്നു. സാധാരണ മാസങ്ങളുടെ ഇടവേളകളിലാണ് ആഫ്രിക്കയിലേക്ക് കപ്പൽ പുറപ്പെടുക. ഇന്ന് താൻ യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങി വന്ന ദിവസം തന്നെ കപ്പൽ തുറമുഖത്ത് വന്നടുത്തിരിക്കുന്നു. വൃദ്ധൻ പറഞ്ഞു തന്ന തുടക്കക്കാരന്റെ ഭാഗ്യം ഇതായിരിക്കുമോ? അവൻ വേഗം ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് നീങ്ങി. അവിടെ നീണ്ട ക്യൂ കാണാമായിരുന്നു. ഇത്രയധികം ആളുകൾ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്നു. അവൻ അമ്പരപ്പോടെ ക്യൂവിലെ അവസാന കണ്ണിയായി തന്റെ ഊഴവും കാത്ത് നിന്നു. വളരെ സമയത്തെ കാത്തിരിപ്പിനു ശേഷം സാന്റിയാഗോയുടെ ഊഴമെത്തി. അവൻ ടിക്കറ്റ് വാങ്ങി കപ്പലിലേക്ക് കയറി. അപ്പോഴാണ് അവന് ആശ്വാസമായത്. തന്റെ ഊഴമെത്തുമ്പോഴേക്കും ടിക്കറ്റ് തീർന്നു പോകുമോ എന്നവൻ സംശയിച്ചുകൊണ്ടാണ് ക്യൂവിൽ കാത്തുനിന്നത്. എന്തായാലും അവന്റെ ആശങ്കകൾ അകറ്റിക്കൊണ്ട് കപ്പൽ തുറമുഖം വിട്ടു. ആദ്യമായിട്ടായിരുന്നു സാന്റിയാഗോ കപ്പൽ യാത്ര നടത്തുന്നത്. കടലിലെ കാഴ്ചകൾ അവന് വളരെയധികം ഇഷ്ടപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ കപ്പൽ മൊറോക്കോയിലെ ടാൻജീർ തുറമുഖത്തെത്തി. പുരാതന കാലം മുതൽ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു ടാൻജീർ. കപ്പൽ ഇവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ് എന്ന് ആരോ പറഞ്ഞ്
അവൻ മനസ്സിലാക്കി. സാന്റിയാഗോ ടാൻജീർ പട്ടണത്തിലൂടെ കുറച്ചു സമയം നടന്നു. അവൻ അത്ഭുതത്തോടെ നാലുപാടും നോക്കി തെരുവിലൂടെ കറങ്ങി നടന്നു. ആളുകൾ എന്തൊക്കെയോ കലപില സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അവന് മനസ്സിലായില്ല. അപ്പോഴാണ് അവൻ ഞെട്ടലോടെ അക്കാര്യം ഓർത്തത്. തനിക്ക് അറബി അറിയില്ല. സ്പാനിഷ് ഭാഷയല്ലാതെ വേറൊരു ഭാഷയും താൻ പഠിച്ചിട്ടില്ല. അവന് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. ചുറ്റുപാടും അവൻ കണ്ണോടിച്ചു. ബോർഡുകളൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഹോട്ടൽ എന്ന് തോന്നിക്കുന്ന ഒരു കടയിൽ അവൻ കയറി. ഭാഗ്യം, ഹോട്ടൽ തന്നെ അവൻ ആശ്വാസമായി. ഒഴിഞ്ഞുകിടന്ന ഒരു ടേബിളിന് മുന്നിൽ സാന്റിയാഗോ ഇരുന്നു. വെയിറ്ററാണോ കടയുടമയാണോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ കഴിയാത്ത ഒരാൾ മുന്നിൽ വന്ന് എന്തോ ചോദിച്ചു. അയാളുടെ ചോദ്യം മനസ്സിലായില്ലെങ്കിലും തനിക്ക് എന്താണ് വേണ്ടതെന്നാണ് അയാൾ ചോദിക്കുന്നതെന്ന് സാന്റിയാഗോ ഊഹിച്ചു. അവന് ഒരു ബിയർ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ചോദിക്കും? അവൻ ചുറ്റുപാടും നോക്കി. സൈഡിലെ മേശയ്ക്ക് മുന്നിൽ രണ്ടുപേർ ഓരോ കോപ്പയിൽ നിന്നും എന്തോ കുടിക്കുന്നതായി അവന് മനസ്സിലായി. അവർ കുടിക്കുന്ന രീതി കണ്ടിട്ട് വൈനോ ബിയറോ ആയിരിക്കും എന്നവന് തോന്നി. സാന്റിയാഗോ ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടി തനിക്കും അത് വേണം എന്നവൻ ആംഗ്യം കാട്ടി. അവൻ ആവശ്യപ്പെട്ടത് അയാൾക്ക് മനസ്സിലായെന്നും തോന്നി. അവന്റെ മുന്നിൽ പാനീയം നിറച്ച കോപ്പ കൊണ്ടുവച്ചു. അവൻ ആർത്തിയോടെ അത് കുടിക്കാൻ തുടങ്ങി. വല്ലാത്ത കവർപ്പുള്ള ഒരു പാനീയമായിരുന്നു അത്. എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു സമയം അവിടെ ഇരുന്നു. മാന്യമായ വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അവന്റെ മുന്നിലെ കസേരയിൽ ഇരുന്നു. ഇവിടെ ആദ്യമായി വരുന്ന ആളാണെന്ന് തോന്നുന്നു, സ്പാനിഷ് ഭാഷയിൽ സാന്റിയാഗോയോട് ചോദിച്ചു. അവന് വലിയ ആശ്വാസം തോന്നി. തന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടുമുട്ടിയിരിക്കുന്നു. എനിക്ക് വീഞ്ഞു കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാന്റിയാഗോ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഇത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇവിടെ മദ്യം നിരോധിച്ചിരിക്കുകയാണ്, യുവാവ് സാന്റിയാഗോയോട് പറഞ്ഞു. വീഞ്ഞു കിട്ടാത്ത രാജ്യമോ? അവനത് പുതിയ അറിവായിരുന്നു. ചെറുപ്പക്കാരനും സാന്റിയാഗോയും കുറച്ചു സമയം സംസാരിച്ചു കൊണ്ടിരുന്നു. പാനീയം കൊണ്ടുവച്ചത് സപ്ലയർ അല്ലെന്നും കടയുടമയാണെന്നും അയാൾ പറഞ്ഞുകൊടുത്തു. സാന്റിയാഗോ തന്റെ യാത്രാ ഉദ്ദേശം പറഞ്ഞു. തനിക്ക് പിരമിഡുകളുടെ അടുത്തെത്താൻ സ്പാനിഷ് ഭാഷ അറിയാവുന്ന ഒരു സഹായിയെ ഏർപ്പാടാക്കി തരണമെന്ന് അവൻ അയാളോട് അഭ്യർത്ഥിച്ചു. ഇവിടെ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മരുഭൂമികൾ താണ്ടിപ്പോകണം. മാസങ്ങളെടുക്കും ലക്ഷ്യസ്ഥാനത്തെത്താൻ. യാത്രയ്ക്ക് ധാരാളം പണം ആവശ്യമായി വരും. നിങ്ങളുടെ കയ്യിൽ അതിനുവേണ്ട പണമുണ്ടോ? യുവാവ് ചോദിച്ചു. സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് കടയുടമ അരികിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ സാന്റിയാഗോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എങ്കിലും തന്റെ യാത്രയ്ക്ക് ഇടങ്കോലിടുവാനാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് തോന്നി. കടയുടമ യുവാവിനെ വഴക്കു പറയുകയാണെന്ന് അവന് മനസ്സിലായി. യുവാവ് സാന്റിയാഗോയോട് പറഞ്ഞു, നമുക്കിവിടെ നിന്ന് പോകാം. ആ കടയുടമ ഒരു ചെകുത്താനാണ്. നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും അയാൾ തടസ്സപ്പെടുത്തും. നിന്റെ പണം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. സാന്റിയാഗോ യുവാവിനോടൊപ്പം പുറത്തിറങ്ങി. അപ്പോഴും കടയുടമ എന്തൊക്കെയോ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സാന്റിയാഗോയ്ക്ക് യുവാവിന് വലിയ വിശ്വാസമായി. കടയുടമ തന്നെ പറ്റിക്കാതെ രക്ഷപ്പെടുത്തിയത് ഈ യുവാവാണ്. നിന്നെ പിരമിഡുകളുടെ നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യാം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ആദ്യമായി 2 നല്ല ഒട്ടകങ്ങളെ വാങ്ങണം. മരുഭൂമിയിൽ ദീർഘനാൾ സഞ്ചരിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള 2 ഒട്ടകങ്ങളെ വാങ്ങാനുള്ള പണം നിന്റെ കയ്യിലുണ്ടോ? യുവാവ് ചോദിച്ചു. സാന്റിയാഗോ തന്റെ ആടുകളെ വിറ്റുകിട്ടിയ പണം ഒരു തുകൽ സഞ്ചിയിലാക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ പെട്ടി തുറന്ന് അതിൽ വസ്ത്രങ്ങളുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന തുകൽ സഞ്ചി വെളിയിലെടുത്തു. അതിലുണ്ടായിരുന്ന തുക മുഴുവൻ യുവാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ വസ്ത്രങ്ങളും ആഹാരസാധനങ്ങളും വാങ്ങണം. എല്ലാറ്റിനും നീ എന്നെ സഹായിക്കണം. സാന്റിയാഗോ നൽകിയ പണസഞ്ചി വാങ്ങി യുവാവ് പറഞ്ഞു, നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അവർ രണ്ടുപേരും കൂടി അങ്ങാടിയിലൂടെ നടന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. സാന്റിയാഗോയും യുവാവും കാഴ്ചകൾ കണ്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു. സാന്റിയാഗോ എന്തോ ചോദിച്ചതിന് ഉത്തരം ലഭിക്കാത്തതിനാൽ അവൻ തിരിഞ്ഞു നോക്കി. തന്റെ കൂടെ യുവാവില്ല.
തന്റെ പണസഞ്ചിയുമായി യുവാവ് കടന്നുകളഞ്ഞു എന്ന് വിശ്വസിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. വഴിയിൽ വല്ല പരിചയക്കാരനെയും കണ്ട് അയാൾ സംസാരിച്ചു നിന്ന് കാണും. ഇതൊന്നും അറിയാതെ താൻ നടന്നു, ഇതായിരിക്കും സംഭവിച്ചത്. അവൻ ആശ്വസിക്കാൻ ശ്രമിച്ചു. സാന്റിയാഗോ തന്റെ പണസഞ്ചി ഏൽപ്പിച്ച യുവാവിനെ തേടി ടാൻജീറിലെ തെരുവീതികളിലൂടെ അലഞ്ഞു നടന്നു. അവസാനം അവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ ഇതുവരെയുള്ള സമ്പാദ്യമെല്ലാം തട്ടിയെടുത്ത് ഭാഷയറിയാത്ത ഈ നാട്ടിൽ തന്നെ ഉപേക്ഷിച്ച് താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തി കടന്നുകളഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? നിരീക്ഷണം. ജീവിതം ഇങ്ങനെയാണ്. നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരായിരിക്കും നമ്മെ പറ്റിക്കുന്നത്. നാം എത്രയൊക്കെ ജീവിത പാഠങ്ങളും തിയറികളും അറിഞ്ഞാലും ചില പ്രത്യേക നിമിഷങ്ങളിൽ അതൊക്കെ മറന്നുപോകും. നാം ശരി എന്ന് വിചാരിക്കുന്നത് തെറ്റും, തെറ്റ് എന്ന് വിചാരിക്കുന്നത് ശരിയും ആയി വരും. തട്ടിപ്പുകാരനായ യുവാവിൽ നിന്ന് സാന്റിയാഗോയെ രക്ഷിക്കാൻ കടയുടമ ശ്രമിച്ചു. എന്നാൽ കടയുടമയാണ് തട്ടിപ്പുകാരൻ എന്ന് സാന്റിയാഗോ ചിന്തിച്ചു. ഇത്തരം സന്ദർഭങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിക്കും. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണം. ഇവിടെ സാന്റിയാഗോ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് വൃദ്ധൻ പറഞ്ഞ കഥ മാത്രം ഓർത്താൽ മതിയായിരുന്നു. ലോകത്തിലെ എല്ലാ സുഖങ്ങളും മതിയാവോളം ആസ്വദിച്ചോളൂ. പക്ഷേ നിന്റെ കയ്യിലെ സ്പൂണും അതിലെ എണ്ണയും കളയാതെ സൂക്ഷിക്കണമെന്ന കഥ. ഇടയന്റെ കണ്ണ് എപ്പോഴും ആട്ടിൻപറ്റത്തിന്റെ മേൽ ഉണ്ടായിരിക്കണമെന്ന ഗുണപാഠം അവൻ മറന്നുപോയി. സാന്റിയാഗോ തന്റെ കീശയിൽ തപ്പിനോക്കി. കീശയിൽ നിന്ന് യുറീമും തുമീമും പുറത്തെടുത്തു. അവയോട് ചോദിച്ചാലോ? അവൻ ആദ്യം വിചാരിച്ചു. ഇനി എന്തു ചോദിക്കാൻ? ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവന് വല്ലാത്ത വിശപ്പും ക്ഷീണവും അനുഭവപ്പെട്ടു. തന്റെ കയ്യിൽ ഒന്നുമില്ല. ഭക്ഷണവും വെള്ളവും പണവും ഒന്നും. അവൻ തളർന്ന് അടുത്തു കണ്ട മരച്ചുവട്ടിൽ ഇരുന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തിയാൽ മതി. എങ്ങനെ എത്തും? പണമില്ല. ഇവിടെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഭാഷയും അറിയില്ല. നിധി തേടിപ്പോയ താൻ എത്തപ്പെട്ടിരിക്കുന്ന വൈതരണിയെക്കുറിച്ച് അവൻ ആലോചിച്ചു. പെട്ടെന്ന് അവന്റെ കാതിൽ വൃദ്ധന്റെ വാക്കുകൾ ഒരു അശരീരി പോലെ വന്നു പതിച്ചു. യാത്രക്കിടയിൽ സർവവും നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല എങ്കിൽ നഷ്ടപ്പെട്ടതിന്റെ 100 ഇരട്ടി തിരിച്ചു പിടിക്കാൻ സാധിക്കും. സാന്റിയാഗോ ചിന്തിച്ചു. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു തനിക്ക്! പിരമിഡുകളുടെ നാട്ടിൽ ചെല്ലണം, നിധി കണ്ടുപിടിക്കണം, വലിയ പണക്കാരനായി നാട്ടിൽ തിരിച്ചെത്തുന്ന തന്നെ ആദരവോടെ വരവേൽക്കുന്ന നാട്ടുകാർ, അങ്ങനെ പലതും. ഒരു പകൽ പുലർന്ന് അവസാനിച്ചപ്പോഴേക്കും താൻ ദരിദ്രനായിരിക്കുന്നു. രാവിലെ തന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ടായിരുന്നു. ഇപ്പോഴോ ഭിക്ഷക്കാരെക്കാൾ കഷ്ടം. വൃദ്ധന്റെ വാക്കുകൾ അവൻ വീണ്ടും വീണ്ടും ഓർത്തു. യാത്രക്കിടയിൽ സകലതും നഷ്ടപ്പെട്ടേക്കാം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല എങ്കിൽ നഷ്ടപ്പെട്ടതിന്റെ 10 ഇരട്ടി തിരിച്ചു പിടിക്കാം. പക്ഷേ എങ്ങനെ? മുന്നോട്ടു പോകാൻ വഴിയൊന്നും കാണാതെ അവൻ വഴിയരികിൽ തളർന്നിരുന്നു. സൂര്യൻ അസ്തമിച്ചു. പള്ളികളിൽ നിന്നും ബാങ്കുവിളി ഉയർന്നു. പള്ളിയിലേക്കും വീടുകളിലേക്കും തിരക്കിട്ടു പോകുന്ന ജനം. ഇരുൾ പരന്നു തുടങ്ങി. കച്ചവടക്കാർ കടപൂട്ടി സ്ഥലം വിട്ടിരിക്കുന്നു. അവൻ ഒരു കടത്തിണ്ണയിൽ കയറി കിടന്നു. നല്ല വിശപ്പും ദാഹവും ക്ഷീണവും. അവൻ അറിയാതെ ഉറങ്ങിപ്പോയി. ആരോ അവനെ തട്ടി ഉണർത്തി. നേരം പുലർന്നിരിക്കുന്നു. തെരുവിലൂടെ ആളുകൾ കുറേശ്ശെ വരാൻ തുടങ്ങി. അവൻ വെറുതെ കുറച്ചുനേരം നടന്നു. ഒരു പലഹാരക്കട തുറക്കുന്നു. കടയുടമ ഒറ്റയ്ക്ക് പലഹാരങ്ങൾ ചില്ലുഭരണികളിൽ നിരത്തിവെക്കുന്നു. സാന്റിയാഗോ കടയുടമയുടെ അടുത്ത് ചെന്ന് അനുവാദം വാങ്ങാതെ തന്നെ അയാളെ സഹായിക്കാൻ തുടങ്ങി. കടയുടമ അവനെ സംശയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. താങ്കൾ ഒറ്റയ്ക്ക് ഈ ജോലികൾ ചെയ്യുന്നത് കണ്ട് സഹായിക്കാൻ വന്നതാണ്. കൂലിയൊന്നും വേണ്ട, അവൻ പറഞ്ഞു. അയാളുടെ മുഖത്ത് പുഞ്ചിരി വളർന്നു. കൂലിയൊന്നും വാങ്ങാതെ സഹായിക്കാൻ ആളെത്തിയാൽ ആർക്കാണ് സന്തോഷം വരാത്തത്? ചില്ലുഭരണികളിൽ പലഹാരങ്ങൾ നിറയ്ക്കാനും ക്രമത്തിൽ അടുക്കിവെക്കാനും സാന്റിയാഗോ സഹായിച്ചു. പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കടയുടമ കുറച്ച് ബ്രെഡും പലഹാരങ്ങളും നൽകി. അവൻ അത് ആർത്തിയോടെ കഴിച്ച ശേഷം എങ്ങോട്ടെന്നില്ലാതെ തെരുവിലൂടെ നടന്നു. കടയുടമ പറഞ്ഞത് തനിക്കും ഞാൻ പറഞ്ഞത് കടയുടമയ്ക്കും മനസ്സിലായി. എങ്ങനെ പരസ്പരം ആശയവിനിമയം ഭാഷയില്ലാതെ നടത്താം എന്നവന് മനസ്സിലായി. സമയം ഉച്ചയോടടുത്തു.
സാന്റിയാഗോ പാത്രങ്ങൾ വിൽക്കുന്ന കടയുടെ അടുത്തെത്തി. പല വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള ചില്ലുപാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, വെങ്കല പാത്രങ്ങൾ തുടങ്ങി കട നിറച്ചു പാത്രങ്ങളായിരുന്നു. എന്നാൽ അവയൊന്നും പൊടി നിറഞ്ഞ് ഒട്ടും ആകർഷകമല്ലാതെ അടുക്കി വച്ചിരിക്കുകയായിരുന്നു. കടയുടെ മുന്നിൽ പല ഭാഷകളിൽ എഴുതി വച്ചിരുന്ന ബോർഡ് തൂക്കിയിരുന്നു. അതിൽ സ്പാനിഷ് ഭാഷയിലും എഴുതിയിരുന്നു. കടയുടമയ്ക്ക് സ്പാനിഷ് ഭാഷ അറിയാമെന്ന് അവൻ ഊഹിച്ചു. അവൻ കട ഉടമയുടെ അരികിലെത്തി. ഈ പാത്രങ്ങൾ മുഴുവൻ പൊടി പിടിച്ച് വൃത്തികേടായി കിടക്കുകയാണ്. ഞാൻ ഇവയൊക്കെ തുടച്ചു വൃത്തിയാക്കി തരാം, അവൻ പറഞ്ഞു. എന്നാൽ കടയുടമയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും ആഹാരം തന്നാൽ മതി, വേറെ കൂലിയൊന്നും തരണ്ട, അവൻ പറഞ്ഞു. നിനക്കു ഞാൻ ഭക്ഷണം വാങ്ങിത്തരാം. വിശക്കുന്നവരെ ഊട്ടുകയാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, കടയുടമ പറഞ്ഞു. എന്തായാലും ഭക്ഷണം ഉറപ്പായി. അയാളെ എന്തെങ്കിലും രീതിയിൽ തിരിച്ചു സഹായിച്ചില്ലെങ്കിൽ മോശമാണ്. ഉടമയുടെ അനുവാദം വാങ്ങാതെ തന്നെ അവൻ കടയിൽ കയറി പാത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കി തുടങ്ങി. വൃത്തിയാക്കിയ പാത്രങ്ങൾ അവൻ ഭംഗിയോടെ അടുക്കി വെച്ചു. കടയിലേക്ക് 2 പേർ കടന്നു വന്നു. അവർ അവൻ തുടച്ചു വൃത്തിയാക്കി വച്ചിരിക്കുന്ന ഏതാനും പാത്രങ്ങൾ വാങ്ങി. കട ഉടമ പറഞ്ഞു, ഉച്ചയായി, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അയാൾ സാന്റിയാഗോയെയും കൂട്ടി അടുത്തുള്ള ഭക്ഷണശാലയിൽ പോയി ആഹാരം കഴിച്ചു. എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. നീ വന്നു പാത്രങ്ങൾ തുടച്ചു വൃത്തിയാക്കി വച്ചപ്പോൾ തന്നെ എന്റെ പാത്രങ്ങൾ വാങ്ങാൻ ആളുകൾ വന്നു തുടങ്ങി. എത്ര ദിവസമായെന്നോ എന്തെങ്കിലും വിറ്റിട്ട്? എന്തു സാധനങ്ങളായാലും വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചാൽ മാത്രമേ വാങ്ങാൻ ആളുകൾ ഉണ്ടാകൂ, സാന്റിയാഗോ പറഞ്ഞു. നീ എന്റെ കടയിൽ നിന്നോണം, ലാഭത്തിന്റെ ഒരു പങ്ക് നിനക്കും നൽകാം, കട ഉടമ പറഞ്ഞു. സാന്റിയാഗോ കടയിൽ ജോലിക്ക് ചേർന്നിട്ട് 6 മാസം കഴിഞ്ഞു. അവൻ വന്നതിനുശേഷം കടയിൽ പലവിധ പരിഷ്കാരങ്ങളും വരുത്തി. ദൂരദേശത്തു നിന്നു പോലും ആളുകൾ കട തേടിയെത്തി. നല്ല ലാഭം കിട്ടി. അതിൽ ഒരു ഓഹരി കടക്കാരൻ കൃത്യമായി തന്നെ സാന്റിയാഗോയ്ക്ക് നൽകി. ഇപ്പോൾ അവന്റെ കയ്യിൽ ആവശ്യത്തിന് പണമായി. കടയിൽ നിന്നും പിരിഞ്ഞ് തന്റെ ലക്ഷ്യസ്ഥാനം തേടി യാത്ര പുറപ്പെടാനുള്ള ആഗ്രഹം അവൻ കടയുടമയെ അറിയിച്ചു. എന്തോ ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് 5 കാര്യങ്ങൾ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായത് ഏകദൈവത്തിലുള്ള വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം 5 നേരമുള്ള നമസ്കാരമാണ്. വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് സാധുക്കൾക്ക് നൽകണം. വിശുദ്ധ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കണം. തുടങ്ങിയവയാണ് മറ്റു 2 കാര്യങ്ങൾ. ഇവയൊക്കെ ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ കാര്യമോ? സാന്റിയാഗോ ചോദിച്ചു. 5ാമത്തെ കാര്യം കടയുടമയുടെ തൊണ്ടയിടറി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധ മക്കയിലേക്ക് തീർത്ഥയാത്ര പോകണം. ഇതിന് ഹജ്ജ് എന്ന് പറയും. താങ്കൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? സാന്റിയാഗോ ചോദിച്ചു. ചെറുപ്പം മുതലേയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോകുക എന്നത്. അതിനുവേണ്ടി ഞാൻ കുറേശ്ശെ പണം സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും സമയമെടുക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളും തടസ്സങ്ങളും. ഇപ്പോഴെന്താണ് തടസ്സം? സാന്റിയാഗോ ചോദിച്ചു. ഈ കട ആരെ ഏൽപ്പിച്ചിട്ട് പോകും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാം എന്നാണ് കരുതിയിരുന്നത്. നീയാണെങ്കിൽ തിരിച്ചു പോകാൻ തിരക്ക് കൂട്ടുന്നു. എന്തു പറയണമെന്നറിയാതെ സാന്റിയാഗോ ആലോചിച്ചു നിന്നു. സാരമില്ല, നീ ബേജാറാകേണ്ട. നീ നിന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടുകൊള്ളൂ. എനിക്ക് ഹജ്ജിന് പോകാൻ വിധിയുണ്ടെങ്കിൽ അത് നടക്കും, കട ഉടമ പറഞ്ഞു. ഒരു ചെരുപ്പ് കുത്തി എന്നോട് പറഞ്ഞു, അയാൾ ദിവസങ്ങളോളം മക്കയിലൂടെ നടന്നിട്ടുണ്ടെന്ന്. ഒരു ചെറിയ ക്ഷീണം പോലും അയാൾക്കുണ്ടായിട്ടില്ല. എന്നാൽ ഈ തെരുവിലൂടെ ചെരുപ്പ് വിൽക്കാൻ ഏതാനും മൈലുകൾ നടന്നു കഴിഞ്ഞാൽ അയാൾ അവശനായി പോകും എന്ന് അവൻ പറഞ്ഞു. എന്റെ കയ്യിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി തുകയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹജ്ജിന് പോകാൻ ആവശ്യമായതിൽ കൂടുതൽ. നമ്മുടെ 2 പേരുടെയും ആഗ്രഹങ്ങൾ നടക്കും എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അൽഹംദുലില്ലാഹ്, ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. യാത്ര പുറപ്പെടുന്നതിനുള്ള അനുവാദം കട ഉടമ അവന് നൽകി. നീ നന്നായി വരും, അദ്ദേഹം പറഞ്ഞു. അവൻ കടയുടമയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി നടന്നു. ഇനി എങ്ങോട്ട് പോകണം? താൻ ആടുകളെ വിറ്റപ്പോൾ കിട്ടിയതിന് ഇരട്ടി പണം കൈവശമുണ്ട്. വേണമെങ്കിൽ തിരിച്ചു നാട്ടിലേക്ക് പോകാം.
പഴയതിന്റെ ഇരട്ടി ആട്ടിൻപറ്റങ്ങളെ വാങ്ങി സുഖമായി ജീവിക്കാം, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകാം. പിരമിഡുകളുടെ അടുത്തെത്തി നിധി കണ്ടെത്താം. അവൻ നടന്ന് എത്തിയത് ഒരു ഭക്ഷണശാലയ്ക്ക് മുന്നിലായിരുന്നു. താൻ ടാൻജീറിൽ ആദ്യമായി കയറിയ ഭക്ഷണശാല. ഇവിടെ വച്ചാണ് തട്ടിപ്പുകാരനായ യുവാവിനെ പരിചയപ്പെട്ടത്. തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടാൻ നിമിത്തമായത് ഈ കടയിൽ വച്ചാണ്. താൻ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ വച്ചാണ് ഇനിയുള്ള തന്റെ വിധി പുനർനിർണയിക്കാൻ പോകുന്നതെന്ന് അവന് തോന്നി. നിരീക്ഷണം. ജീവിതയാത്രയ്ക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും വന്നുചേരും. അവയെ നാം എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. പ്രതിസന്ധികൾ പലപ്പോഴും ഒരവസരമാണ്. ഈ അവസരം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അവസരങ്ങൾ കണ്ടെത്തി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയും എന്നതിന് ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ മഹാനായ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം, എക്കാലത്തെയും ശ്രേഷ്ഠനായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ മറികടന്ന ഹെലൻ കെല്ലർ, ക്യാൻസർ ബാധിച്ച് കീമോതെറാപ്പി ചെയ്ത ശേഷം തിരിച്ചുവന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ക്രീസിൽ മിന്നുന്ന പ്രകടനം നടത്തിയ യുവരാജ് സിംഗ്, വലതുകാൽ നഷ്ടപ്പെട്ടത് അവസരമാക്കി വെപ്പുകാലിന്റെ സഹായത്താൽ എവറസ്റ്റ് ഉൾപ്പെടെ അനേകം കൊടുമുടികൾ കീഴടക്കിയ അരുണിമ സിൻഹ. എന്തു നഷ്ടപ്പെടുത്തി എന്നതിലല്ല കാര്യം, എന്താണ് ഇനി ബാക്കിയുള്ളത് എന്ന് ചിന്തിച്ച ലോക പ്രശസ്തനായ ശാസ്ത്ര സാഹിത്യകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ്. ഇങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ധാരാളം ആളുകളുണ്ട്. ഇവരിൽ ചിലരെക്കുറിച്ചെങ്കിലും മോട്ടിവേഷൻ പ്രോഗ്രാം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. സാന്റിയാഗോ വളരെയധികം സമയം ആ കടയിൽ ഇരുന്നു കൊണ്ട് ആലോചിച്ചു. ഈ കടയിൽ വച്ച് ഒരു തീരുമാനമെടുക്കണം. നിമിത്തപ്രകാരം ഈ കടയാണ് തന്റെ ജീവിതം വഴിതിരിച്ചു വിട്ടത്. ഇവിടെ വച്ച് വീണ്ടും തട്ടിപ്പിനിരയാകാനുള്ള സാധ്യതയും അവൻ മുന്നിൽ കണ്ടു. ആട്ടിടയന്റെ കണ്ണ് എപ്പോഴും ആട്ടിൻപറ്റത്തിൽ വേണമെന്ന വൃദ്ധന്റെ ഉപദേശം അവൻ വീണ്ടും ഓർത്തു. എത്രയൊക്കെ ആലോചിച്ചിട്ടും ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. തന്റെ മുന്നിൽ വ്യക്തമായ 2 വഴികളുണ്ട്. ഒന്ന്, തിരിച്ചു നാട്ടിൽ ചെന്ന് വീണ്ടും ആട്ടിടയനാകുക. നിധി തേടി പോകുകയാണ് രണ്ടാമത്തെ വഴി. ഇപ്പോൾ ഈ നിമിഷത്തിൽ നീ തീരുമാനമെടുക്കണം. ഇനിയും താമസിച്ചുകൂടാ. അവന്റെ മനസാക്ഷി മന്ത്രിച്ചു. എന്തു ചെയ്യും? പെട്ടെന്നാണ് അവന്റെ കാതുകളിൽ ഒരു ഉണർത്തുപാട്ടായി വൃദ്ധന്റെ വാക്കുകൾ മുഴങ്ങിയത്. എല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ നീ ഈ കല്ലുകൾ കൊണ്ട് ഭാഗ്യം നോക്കണം. യുറീമും തുമീമും അവ തന്റെ സഞ്ചിയിൽ തന്നെ ഭദ്രമായുണ്ട്. വൃദ്ധന്റെ വാക്കുകൾ വീണ്ടും അവൻ ഓർത്തു. അതേ എന്നോ അല്ല എന്നോ ഉത്തരം കിട്ടത്തക്കവണ്ണം ചോദ്യം ക്രമീകരിക്കണം. വൃദ്ധൻ പറഞ്ഞതുപോലെ അവൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് മനസ്സിൽ വിധി നിർണയിക്കുന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് കണ്ണുകളടച്ച് സാന്റിയാഗോ തന്റെ വലതുകൈ സഞ്ചിയിലിട്ട് കല്ലുകൾ പുറത്തെടുത്തു. കണ്ണുകൾ തുറന്ന് അവൻ കയ്യിലേക്ക് നോക്കി മിഴിച്ചിരുന്നു. കയ്യിൽ യുറീമും തുമീമും. ഒരു കല്ലെടുക്കുന്നതിനു പകരം താൻ അറിയാതെ 2 കല്ലുകളും സഞ്ചിയിൽ നിന്ന് പുറത്തെടുത്തു. വീണ്ടും തീരുമാനമെടുക്കേണ്ട ചുമതല തന്റേതു മാത്രമായി. വൃദ്ധൻ പറഞ്ഞ വാക്കുകൾ സാന്റിയാഗോ ഓർത്തു. മനസാക്ഷി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉത്തമം. കല്ലുകൾ പുറത്തെടുത്തപ്പോൾ തന്റെ ശരീരത്തിൽ കൂടി ഒരു വല്ലാത്ത എനർജി ഉണ്ടായതായി അനുഭവപ്പെട്ടു. അത് നൽകുന്ന സൂചന എന്താണ്? നിധി തേടിയുള്ള യാത്ര പകുതിക്ക് വച്ച് അവസാനിപ്പിക്കാതെ തുടരുകയാണ് നല്ലത് എന്ന് അവന്റെ മനസാക്ഷി അവനോട് മന്ത്രിച്ചു. പാത്രക്കടയിൽ ഇടയ്ക്കിടെ വരാറുള്ള ഒരു വ്യാപാരിയുടെ മുഖം അവന് ഓർമ്മ വന്നു. അദ്ദേഹത്തിന് ധാരാളം ഒട്ടകങ്ങളുണ്ട്. പല രാജ്യങ്ങളിലേക്കും ചരക്കുകൾ അയക്കുകയും അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയുമാണ് അയാളുടെ ബിസിനസ്. അദ്ദേഹത്തിന് തന്നെ സഹായിക്കാൻ കഴിയും എന്നവന് തോന്നി. അയാൾ പറഞ്ഞു തന്നിരുന്ന അടയാളങ്ങൾ നോക്കി സാന്റിയാഗോ കച്ചവട സ്ഥാപനത്തിലെത്തി. ഇന്ന് ഒരു കച്ചവട സംഘം ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്, കച്ചവടക്കാരൻ പറഞ്ഞു. നീ എന്തായാലും കൃത്യസമയത്തു തന്നെ എത്തി. നിമിത്തങ്ങളെല്ലാം തനിക്ക് അനുകൂലമാണെന്ന് സാന്റിയാഗോ കരുതി. ദാ അവിടെ പോയി വിശ്രമിച്ചോളൂ. കച്ചവടക്കാരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് അവൻ ചെന്നിരുന്നു. തന്റെ അടുത്തായി
യൂറോപ്യനാണെന്ന് കരുതാവുന്ന ഒരു യുവാവ് പുസ്തകം വായിക്കുന്നു. അപ്പുറത്തായി ഒരു അറബിയും ഇരിപ്പുണ്ട്. ഈജിപ്തിലേക്കാണോ? അവൻ അടുത്തിരുന്ന യൂറോപ്യനോട് സ്പാനിഷ് ഭാഷയിൽ ചോദിച്ചു. അതെ, അയാൾ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ സ്പാനിഷ് ഭാഷയിൽ തന്നെ ഉത്തരവും നൽകി. ഈശ്വരാ, രക്ഷപ്പെട്ടു. ഒന്നുമല്ലെങ്കിലും ഭാഷയറിയാവുന്ന ഒരാളെ കൂട്ടിന് കിട്ടിയത് മഹാഭാഗ്യം തന്നെ. കച്ചവട സംഘം യാത്ര പുറപ്പെടാൻ തയ്യാറെടുപ്പ് തുടങ്ങി. കച്ചവടക്കാർക്ക് പുറമെ സ്ത്രീകളും കുട്ടികളുമടങ്ങിയ യാത്രക്കാർ, ഒട്ടകങ്ങൾ, കുതിര, കഴുത തുടങ്ങിയ മൃഗങ്ങൾ, ഭക്ഷണത്തിനു വേണ്ടി ആട്, കോഴി തുടങ്ങിയ ജീവികൾ, ആയുധമേന്തിയ കാവൽക്കാർ. അങ്ങനെ കച്ചവടത്തിനും ഭക്ഷണത്തിനും വേണ്ടുന്ന സാധനങ്ങൾ തുടങ്ങിയവ സംഘത്തിലുണ്ടായിരുന്നു. യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് സംഘത്തലവൻ ഒരു ചെറു പ്രസംഗം നടത്തി. മരുഭൂമിയിൽ ഇടയ്ക്കിടെ ചുട്ടുപഴുത്ത കാറ്റ് വീശും. അപകടങ്ങളും ചതിക്കുഴികളും ധാരാളം. വഴിയിൽ ചിലപ്പോൾ കൊള്ളക്കാർ ആക്രമിച്ചേക്കാം. അപ്പോഴെല്ലാം സംഘത്തലവന്റെ ആജ്ഞകൾ നിർബന്ധമായും അനുസരിക്കണം. അനുസരിക്കാത്തവർക്ക് മരണശിക്ഷയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കണ്ട. അതാണ് മരുഭൂമിയിലെ നിയമം. സാന്റിയാഗോയും യൂറോപ്യനും യാത്രയ്ക്കായി ഓരോ ഒട്ടകങ്ങളെ വീതം വാങ്ങി സംഘത്തോടൊപ്പം ചേർന്നു. സംഘം യാത്ര തുടങ്ങി. അതിരാവിലെ യാത്ര തുടങ്ങും. വെയിലിനു കാഠിന്യം കൂടുമ്പോൾ എവിടെയെങ്കിലും താവളമടിക്കും. വെയിലിന് ചൂട് കുറയുന്നതോടുകൂടി യാത്ര പുനരാരംഭിക്കും. ഇരുട്ട് പരക്കുന്നതോടുകൂടി യാത്രാസംഘം എവിടെയെങ്കിലും തമ്പടിക്കും. പല പല കൂടാരങ്ങൾ അടുത്തടുത്തായി ഉണ്ടാക്കും. വെളിച്ചത്തിനു വേണ്ടി അഗ്നി കൂട്ടും. പകൽ ചൂട് കാറ്റാണെങ്കിൽ രാത്രി തണുത്ത കാറ്റായിരിക്കും. അഗ്നികുണ്ഡത്തിനു ചുറ്റും ആളുകൾ കൂട്ടം കൂടും. അപ്പോഴാണ് ആളുകൾ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ ഏതാനും പുരുഷന്മാർ ഊഴം വച്ച് കൂടാരങ്ങൾക്ക് കാവൽ നിൽക്കും. യാത്ര തുടങ്ങി ആഴ്ചകൾ പലത് കടന്നുപോയി. ഇതിനിടയിൽ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ചെറുപ്പക്കാരനുമായി സാന്റിയാഗോ സൗഹൃദത്തിലായി. ചെറുപ്പക്കാരൻ ആൽക്കമിയുടെ രഹസ്യം തേടി ഇറങ്ങിയതാണ്. ആൽക്കമിയെക്കുറിച്ച്, ആൽക്കമിസ്റ്റിനെക്കുറിച്ച് വളരെയധികം പുസ്തകങ്ങൾ അയാൾ വായിച്ചു കൂട്ടി. ഏതൊരു ലോഹത്തെയും സ്വർണമാക്കാൻ കഴിയുന്ന വിദ്യയാണ് ആൽക്കമി. ആൽക്കമി അറിയാവുന്ന വ്യക്തിയാണ് ആൽക്കമിസ്റ്റ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനായി അയാൾ പഴയ താളിയോല ഗ്രന്ഥങ്ങളിൽ ഗവേഷണം നടത്തി. അതിൽ ഒരു താളിയോലയിൽ നിന്നാണ് ആൽക്കമിസ്റ്റിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കിട്ടിയത്. ഈ മണൽക്കാട്ടിലെവിടെയോ ആൽക്കമിസ്റ്റ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ തേടിയാണ് ചെറുപ്പക്കാരൻ ഈ യാത്രാസംഘത്തോടൊപ്പം കൂടിയത്. യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ആൽക്കമിസ്റ്റിനെ കണ്ടുപിടിക്കാമെന്നും അദ്ദേഹത്തിൽ നിന്ന് ഏതൊരു ലോഹത്തെയും സ്വർണമാക്കി മാറ്റാവുന്ന ആൽക്കമി പഠിക്കാമെന്നും ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒട്ടകം പരിപാലിക്കുന്നതിനായി ധാരാളം ഒട്ടകക്കാർ ഉണ്ടായിരുന്നു. തന്റെ ഒട്ടകത്തെ പരിപാലിക്കുന്ന ആളുമായി സാന്റിയാഗോ സൗഹൃദത്തിലായി. ഒട്ടകക്കാരൻ തന്റെ കഥ സാന്റിയാഗോയോട് പറഞ്ഞു. നല്ല നിലയിൽ ജീവിച്ച ഒരു കൃഷിക്കാരനായിരുന്നു അയാൾ. ധാരാളം കൃഷിഭൂമി അയാൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഭാര്യയും മക്കളുമൊത്ത് അയാൾ വളരെ സന്തോഷത്തിലാണ് ജീവിച്ചത്. ആ വർഷം അയാൾക്ക് നല്ല വിളവ് കിട്ടി. സാധനങ്ങൾക്കൊക്കെ നല്ല വിലയും കിട്ടി. അയാളുടെ കയ്യിൽ ധാരാളം പണവുമായി. ഭാവി പരിപാടികളെക്കുറിച്ച് അയാൾ പല കണക്കുകൂട്ടലുകളും നടത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം നൈൽ നദി കവിഞ്ഞൊഴുകി. നിലയ്ക്കാത്ത മഴ, ഇടയ്ക്ക് ഉരുളുപൊട്ടലും. ആ വെള്ളപ്പൊക്കത്തിൽ അയാളുടെ സർവ്വ സമ്പത്തും ഒലിച്ചുപോയി. കൃഷിയിടങ്ങൾ കുണ്ടും കുഴിയുമായി. താമസിച്ചിരുന്ന വീട് നഷ്ടമായി. ഭാഗ്യത്തിന് ഭാര്യയെയും മക്കളെയും രക്ഷിക്കാൻ കഴിഞ്ഞു. ഭൂമി കൃഷിക്ക് അനുയോജ്യമല്ലാതായി തീർന്നതിനാൽ അയാൾക്ക് വേറെ തൊഴിലന്വേഷിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അയാൾ ഒട്ടകക്കാരനായത്. യാത്രക്കിടയിൽ മറ്റു പല സംഘങ്ങളെയും കണ്ടുമുട്ടി. കച്ചവടം കഴിഞ്ഞു മടങ്ങി വരുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സംഘങ്ങൾ തമ്മിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തി. ഒരു ദിവസം രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ തന്റെ കഥ സാന്റിയാഗോ സ്പാനിഷ് സംസാരിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. തന്റെ സ്വപ്നവും സ്വപ്നം തേടിയുള്ള യാത്രയും. യാത്രക്കിടയിൽ സർവ്വതും നഷ്ടപ്പെട്ടതും അവൻ വിശദീകരിച്ചു. പക്ഷേ സാന്റിയാഗോയ്ക്ക് അപ്പോഴും വലിയ അത്ഭുതമാണ്. താൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് പ്രതിസന്ധിയിൽ നിന്നും കരകയറി? താൻ ചെന്നതു മുതൽ ഒരു മാജിക് പോലെ പാത്രക്കടക്കാരന്റെ കച്ചവടം അടിക്കടി അഭിവൃദ്ധി പ്രാപിച്ചു. അയാൾക്കും തനിക്കും ധാരാളം പണം ലഭിച്ചു.
ഈ പ്രതിഭാസത്തെക്കുറിച്ച് എത്ര ചിന്തിച്ചിട്ടും അവന് വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല. അവന്റെ കഥ കേട്ട ശേഷം ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന് ഒരാത്മാവുണ്ട്. നാം എന്തെങ്കിലും തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ ആത്മാവ് നമ്മളെ ആ വഴിക്കു തന്നെ തിരിച്ചുവിടും. ഇടയ്ക്കിടെ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ ഉണ്ടാകും. ആത്മവിശ്വാസത്തോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്താൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തു തന്നെ എത്തും. ഇത് പ്രപഞ്ച നിയമമാണ്. ഞാൻ വായിച്ച പല പുസ്തകങ്ങളിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സാന്റിയാഗോ ആലോചിച്ചു. ഈ ചെറുപ്പക്കാരൻ പറയുന്നത് വൃദ്ധൻ പറഞ്ഞു തന്ന ലോകരഹസ്യങ്ങൾ തന്നെയാണല്ലോ. ഒരു ദിവസം കച്ചവടം കഴിഞ്ഞു മടങ്ങുന്ന ഒരു സംഘം ഭീതിജനകമായൊരു വാർത്തയറിയിച്ചു. മരുഭൂമിയിൽ കുറച്ചകലെ 2 ഗോത്രവർഗക്കാർ തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. മുന്നോട്ടുള്ള യാത്ര അപകടകരമാണ്. കച്ചവട സംഘത്തിലെ അംഗങ്ങൾ തമ്മിൽ ഇക്കാര്യം ഭീതിയോടെ ചർച്ച ചെയ്തു. ഗോത്രങ്ങൾക്ക് മുമ്പിൽ യുദ്ധം നടക്കുന്നതിനടുത്തുകൂടി പോകുന്ന സംഘങ്ങളെ അവർ ആക്രമിക്കും. ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയും ആയുധങ്ങൾക്ക് വേണ്ടിയുമാണ് ആക്രമണം. തടിമിടുക്കുള്ള ചെറുപ്പക്കാരെ കണ്ടാൽ അവർ പിടിച്ചു സംഘത്തിൽ ചേർക്കും. എന്നിട്ട് അവരെ ചാവേറുകളാക്കി മുന്നിൽ നിർത്തും. സാന്റിയാഗോയുടെ സംഘത്തിലെ മറ്റെല്ലാവരും ഗോത്രയുദ്ധത്തെക്കുറിച്ച് ഭീതിയോടെ സംസാരിക്കുമ്പോൾ ഒട്ടകക്കാരൻ മാത്രം നിശബ്ദനായിരുന്നു. അയാളുടെ മുഖത്ത് ഭീതിയുടെ യാതൊരു ലക്ഷണവും കാണാനില്ലായിരുന്നു. താങ്കൾക്ക് ഭയമില്ലേ? സാന്റിയാഗോ ചോദിച്ചു. എന്തിന്? ഇന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു, അതുതന്നെ മഹാഭാഗ്യം. നിർവികാരതയോടെ അയാൾ മറുപടി പറഞ്ഞു. പ്രകൃതി ഒരുക്കിയ മഹാദുരന്തം ഒന്നുകിൽ അയാളെ പാകപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ നിസ്സഹായനും നിർവികാരനും ആക്കിയിരിക്കണം. സാന്റിയാഗോ ചിന്തിച്ചു. താനും ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. പക്ഷേ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി സമ്പാദിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നു. എന്നാൽ ഒട്ടകക്കാരൻ അത് കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം? തന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും വൃദ്ധന്റെ വാക്കുകൾ തനിക്ക് പ്രചോദനം നൽകാനുണ്ടായിരുന്നു. എന്നാൽ ഒട്ടകക്കാരന് ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു വഴികാട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുതന്നെയായിരിക്കും കാരണം. സാന്റിയാഗോ അവന്റെ ഭീതിയിൽ സ്വയം ഒരു ഉത്തരം കണ്ടെത്തി. താങ്കൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൂടെ? സാന്റിയാഗോ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും നാളെയെക്കുറിച്ചും ചിന്തിക്കാറില്ല. ഈ നിമിഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ചും യാത്ര ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നു. ഒട്ടകത്തെ പരിപാലിക്കുമ്പോൾ ഒട്ടകങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നും നാളെയും ഇല്ല. ഈ നിമിഷം മാത്രം. ഈ നിമിഷം എനിക്ക് ജീവിതം നൽകിയ സർവശക്തനെ ഞാൻ സ്തുതിക്കുന്നു, ഒട്ടകക്കാരൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സംഘത്തിലെ നേതാവ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ചെറു പ്രസംഗം നടത്തി. ഗോത്രവർഗക്കാർ യുദ്ധം ചെയ്താൽ 2ൽ 1 വിഭാഗം പരാജയപ്പെടുന്നതുവരെ യുദ്ധം തുടരും. ഇടയ്ക്ക് വച്ച് യുദ്ധം നിർത്തുകയോ സന്ധി ചെയ്യുകയോ ചെയ്യാറില്ല. ഭക്ഷണ സാധനങ്ങൾക്കു വേണ്ടിയും ആയുധങ്ങൾക്കു വേണ്ടിയും ഏതു നിമിഷവും നമ്മളെയും ആക്രമിച്ചേക്കാം. നാം കരുതിയിരിക്കണം. സംഘത്തിലെ പലരും നേതാവിന്റെ വാക്കുകൾ കേട്ടു ഭയന്നു. തിരിച്ചു പോകാനുള്ള ആഗ്രഹം പലരും പ്രകടിപ്പിച്ചു. മരുഭൂമിയിൽ പിന്നോട്ടൊരു യാത്രയില്ല. മുന്നോട്ട് മുന്നോട്ട്, അതുമാത്രമാണ് മരുഭൂമിയിലെ നിയമം. ഒന്നുകിൽ പ്രതിസന്ധികൾ കടന്ന് ലക്ഷ്യസ്ഥാനത്ത്, അല്ലെങ്കിൽ യാത്രക്കിടയിൽ മരണം. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുന്നിലില്ല. മരുഭൂമിയിലെ നിയമം തെറ്റിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ, നേതാവ് പറഞ്ഞവസാനിപ്പിച്ചു. കച്ചവട സംഘത്തിലെ പ്രധാന വ്യക്തികളുമായി തലവൻ കൂടിയാലോചന നടത്തി. എന്നിട്ട് തീരുമാനം പ്രഖ്യാപിച്ചു. ദാ ആ ഭാഗത്ത് ധാരാളം പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതിനർത്ഥം അവിടെ മരുപ്പച്ച ഉണ്ട് എന്നാണ്. മരുപ്പച്ചയിൽ ആക്രമണം നടത്തരുത് എന്നാണ് മരുഭൂമിയിലെ നിയമം. അതിനാൽ നാം അങ്ങോട്ട് പോകുകയാണ്. യുദ്ധം തീരുന്നതുവരെ അവിടെ താവളമടിക്കാം. പക്ഷികൾ പറക്കുന്ന ദിക്ക് ലക്ഷ്യമാക്കി സംഘം നീങ്ങി. സാന്റിയാഗോ ആലോചിച്ചു. ഇവിടെയും പ്രകൃതി നൽകുന്ന സൂചന അനുസരിച്ചാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മരുപ്പച്ച എന്നാൽ ചെറിയ കുളവും അതിനു ചുറ്റും കുറച്ചു ചെടികളും എന്നാണ് അവൻ കരുതിയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവൻ അമ്പരന്നുപോയി. അതൊരു ചെറിയ ഗ്രാമം തന്നെയായിരുന്നു. കച്ചവട സംഘം എത്തിയതറിഞ്ഞ് ആളുകൾ കൂട്ടത്തോടെ അവർക്ക് ചുറ്റും കൂടി.
ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വിൽക്കുന്നതും ഇത്തരം കച്ചവട സംഘങ്ങൾ എത്തുമ്പോഴാണ്. യുദ്ധവാർത്ത ഗ്രാമത്തിലും എത്തിയിരുന്നു. യുദ്ധം അവസാനിക്കുന്നതുവരെ ഗ്രാമത്തിൽ തങ്ങുന്നതിനായി അവർ സൗകര്യം ചെയ്തു കൊടുത്തു. ക്രമേണ സാന്റിയാഗോ ഗ്രാമവാസികളിൽ ചിലരുമായി സൗഹൃദത്തിലായി. ഒരു ദിവസം യൂറോപ്യൻ യുവാവ് പറഞ്ഞു, മരുഭൂമിയുടെ മധ്യത്തുള്ള ഇത്തരം ഗ്രാമങ്ങളുടെ അടുത്താണ് ആൽക്കമിസ്റ്റ് താമസിക്കുന്നത് എന്നാണ് ഞാൻ വായിച്ച താളിയോല ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവരോട് ചോദിക്കാം. ആൽക്കമിസ്റ്റിനെ കുറിച്ച് ഗ്രാമവാസികളിൽ ചിലരോടൊക്കെ അന്വേഷിച്ചെങ്കിലും അവരാരും ആ പേര് പോലും കേട്ടിട്ടില്ല. അവർ ചോദ്യത്തിന്റെ രീതി മാറ്റാൻ തീരുമാനിച്ചു. ഒരു ദിവസം ജലാശയത്തിൽ നിന്ന് വെള്ളം എടുക്കാനായി ഒരു യുവതി എത്തി. സാന്റിയാഗോ അവളോട് ചോദിച്ചു, ഇവിടെ രോഗം വന്നാൽ ചികിത്സിക്കാൻ വൈദ്യന്മാർ വല്ലതുമുണ്ടോ? അവൾ പറഞ്ഞു, ഉണ്ട്. ഇവിടെ ആർക്കെങ്കിലും രോഗം വന്നാൽ അയാൾ പ്രത്യക്ഷപ്പെടും, മരുന്ന് കൊടുക്കും, അപ്രത്യക്ഷനാകും. അയാൾക്ക് ധാരാളം അത്ഭുതവിദ്യകൾ അറിയാം. എന്നാൽ അയാൾ താമസിക്കുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവളുടെ വിവരണത്തിൽ നിന്നും അത് ആൽക്കമിസ്റ്റാണെന്ന് യൂറോപ്യൻ യുവാവ് വിശ്വസിച്ചു. ഏത് ലോകത്തെയും സ്വർണമാക്കാൻ കഴിവുള്ള ആൽക്കമിസ്റ്റ് അദ്ദേഹം തന്നെ. തന്റെ യാത്ര ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുന്നു. യുവാവ് ഉടൻ തന്നെ ആൽക്കമിസ്റ്റിനെ അന്വേഷിച്ചിറങ്ങി. ഒരു ദിവസം സാന്റിയാഗോ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. ഒരു സംഘം പടയാളികൾ കുതിരപ്പുറത്ത് ഊരിയ വാളുമായി പാഞ്ഞു വരുന്നതായി അവന് തോന്നി. അവൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പോൾ ആകാശത്ത് 2 കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് അവൻ കണ്ടു. ഒരു കഴുകൻ മറ്റൊന്നിനെ ആക്രമിക്കാനായി ഓടിക്കുന്നു. അവന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി. താൻ കണ്ട സ്വപ്നത്തിന്റെയും കഴുകന്മാരുടെ കാഴ്ചയുടെയും അർത്ഥമെന്താണ്? ഇതുവഴി പ്രകൃതി എന്തോ സൂചനകൾ നൽകുകയാണെന്ന് അവന് തോന്നി. കുറച്ചു സമയം ആലോചിച്ചപ്പോൾ അവന് ഉത്തരം കിട്ടി. ഈ ഗ്രാമത്തെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നു. താൻ കണ്ട സ്വപ്നം ഗ്രാമത്തലവനെ അറിയിക്കണമെന്നും അങ്ങനെ തങ്ങൾക്ക് അഭയം തന്ന ഗ്രാമവാസികളെ രക്ഷിക്കണമെന്നും സാന്റിയാഗോ തീരുമാനിച്ചു. അവൻ ഗ്രാമത്തലവനെ കണ്ട് വിവരമറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ ഗ്രാമത്തിലെ പ്രധാനികളെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി. അവർ പറഞ്ഞു, ശത്രുക്കൾ ഒരിക്കലും മരുപ്പച്ച ആക്രമിക്കുകയില്ല. അത് യുദ്ധനിയമങ്ങൾക്ക് എതിരാണ്. എവിടെയോ നിന്ന് വന്ന ഈ യുവാവ് എന്തോ സ്വപ്നം കണ്ടെന്ന് കരുതി നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം ഗ്രാമത്തലവൻ പറഞ്ഞു, സ്വപ്നങ്ങൾ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ വയ്യ. ഈജിപ്തിലെ ഭരണാധികാരി കണ്ട സ്വപ്നം നാം യൂസഫ് നബി എന്നും ക്രിസ്ത്യാനികൾ ജോസഫ് എന്നും വിളിക്കുന്ന പ്രവാചകൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി വർഷങ്ങളോളം നീണ്ടുനിന്ന കഠിനമായ വരൾച്ചയെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ ഈജിപ്തുകാർക്ക് കഴിയും. ഇക്കാര്യം പരിശുദ്ധ ഖുർആനും ബൈബിളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനാൽ നമുക്ക് 2 ദിവസം കാക്കാം. രാത്രിയിലും പകലും ആയുധമേന്തിയ യുവാക്കൾ ഗ്രാമത്തിൽ പതുങ്ങിയിരിക്കണം. ശത്രുക്കൾ ഗ്രാമത്തിൽ കടന്നാൽ ഉടനെ അവരെ അപ്രതീക്ഷിതമായി വളഞ്ഞാക്രമിക്കണം. ഓർക്കാപ്പുറത്തുള്ള ആക്രമണത്തിൽ ശത്രുക്കൾ പരാജയപ്പെടുകയും ചെയ്യും. സാന്റിയാഗോയുടെ നേരെ നോക്കി ഗ്രാമത്തലവൻ പറഞ്ഞു, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഗ്രാമത്തിനെ രക്ഷിച്ചതിന്റെ പ്രതിഫലമായി ധാരാളം സ്വർണ്ണ നാണയം സമ്മാനമായി തരും. അതല്ല, നീ ഞങ്ങളെ കബളിപ്പിച്ചതാണെങ്കിൽ നിനക്ക് തക്കതായ ശിക്ഷ ലഭിക്കും. അവിടെ നിന്നും ഇറങ്ങി സാന്റിയാഗോ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ഇരുൾ പരന്നു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ചന്ദ്രൻ ഉദിച്ചിട്ടില്ല. നക്ഷത്രങ്ങളുടെ അരണ്ട വെളിച്ചത്തിൽ അവൻ ഓരോന്നാലോചിച്ചുകൊണ്ടാണ് നടന്നത്. തന്റെ വിധി എന്തായിരിക്കും? പെട്ടെന്ന് പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു വെള്ളക്കുതിര അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശരീരമാകമാനം കറുത്ത വസ്ത്രങ്ങൾ കൊണ്ട് മൂടി ഒരു അജ്ഞാതൻ ഊരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്തിരിക്കുന്നു. സ്പെയിനിലെ പള്ളിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പുണ്യാളന്റെ പ്രതിമയാണ് ആദ്യം മനസ്സിൽ വന്നത്. അതുകൊണ്ട് മുന്നിൽ വന്നയാൾ ശത്രുവല്ല എന്നവൻ കരുതി. ഭാവി പ്രവചിക്കാൻ നീ ആര്? അദ്ദേഹം ചോദിച്ചു. ഞാനൊരു സാധാരണ സ്പെയിൻകാരൻ. പക്ഷേ പ്രകൃതി നൽകുന്ന സൂചനകൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. പ്രവചനം തെറ്റിയാൽ നാളെ നിന്റെ വിധി എന്തായിരിക്കും എന്ന് നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ഒരു വലിയ ലക്ഷ്യം സാധിക്കുന്നതിനായി ഇറങ്ങിപ്പുറപ്പെട്ടവനാണ്.
ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സർവശക്തൻ എന്നെ അനുഗ്രഹിക്കും എന്നാണ് എൻ്റെ വിശ്വാസം, സാന്റിയാഗോ പറഞ്ഞു. കൊള്ളാം, 2 ദിവസം കഴിഞ്ഞ് നീ ജീവനോടെ ഇരിക്കുന്നു എങ്കിൽ എന്നെ വന്ന് കാണൂ. എവിടെയാണ് അങ്ങയുടെ വാസസ്ഥലം? സാന്റിയാഗോയുടെ ചോദ്യത്തിന് വടക്കുദിക്കിലേക്ക് കൈ ചൂണ്ടിയ ശേഷം അദ്ദേഹം കുതിര ഓടിച്ചു മറഞ്ഞു. സാന്റിയാഗോയുടെ മനസ്സു പറഞ്ഞു, ഇതാണ് ആൽക്കമിസ്റ്റ്. പിറ്റേ ദിവസം സായാഹ്നത്തിൽ 200ഓളം പടയാളികൾ കുതിരപ്പുറത്ത് ഗ്രാമത്തിലേക്ക് പാഞ്ഞെടുത്തു. ഗ്രാമവാസികൾ കരുതിയിരുന്നതിനാൽ അവർ ശത്രുക്കളിൽ ഒരാളൊഴികെ മറ്റെല്ലാവരെയും വധിച്ചു. വധിക്കപ്പെടാത്ത ആളെ പിടിച്ചുകെട്ടി ഗ്രാമമുഖ്യന്റെ മുന്നിൽ ഹാജരാക്കി. വിചാരണയിൽ അയാൾ പറഞ്ഞു, മരുപ്പച്ചകൾ ആക്രമിക്കരുത് എന്ന് നിയമം അറിയാഞ്ഞിട്ടല്ല. നീണ്ടു നിൽക്കുന്ന യുദ്ധം കാരണം പടയാളികൾ ഭക്ഷണ സാധനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നു. ഭക്ഷ്യവസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനു വേണ്ടിയാണ് മരുപ്പച്ച ആക്രമിച്ചത്. മരുഭൂമിയിലെ നിയമമനുസരിച്ച് അയാളെ മരത്തിൽ കെട്ടിത്തൂക്കി. പിറ്റേ ദിവസം സാന്റിയാഗോയെ ഗ്രാമമുഖ്യൻ ക്ഷണിച്ചു വരുത്തി. ഗ്രാമത്തിലെ ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഗ്രാമമുഖ്യൻ സാന്റിയാഗോയ്ക്ക് 100 സ്വർണ്ണ നാണയം പാരിതോഷികം നൽകി. സാന്റിയാഗോയ്ക്ക് വലിയ സന്തോഷമായി. സ്പെയിനിലെ ഒരു സാധാരണ ആട്ടിടയന് എന്തൊക്കെ നിയോഗങ്ങളാണ്! പാത്രക്കച്ചവടക്കാരന്റെ കച്ചവടം മെച്ചപ്പെടുന്നതിനും ഇപ്പോൾ ഈ ഗ്രാമവാസികളെ രക്ഷിക്കാനും താൻ ഒരു നിമിത്തമായി. പിറ്റേന്ന് അവൻ കച്ചവട സംഘത്തിൽ നിന്നും ഒരു കുതിരയെ വിലയ്ക്ക് വാങ്ങി. ആ രാത്രി തന്നെ ആൽക്കമിസ്റ്റിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കുറച്ചു ദൂരം സഞ്ചരിച്ചതേയുള്ളൂ. അതാ ആൽക്കമിസ്റ്റ് തന്നെയും കാത്ത് അവിടെ നിൽക്കുന്നു. നമുക്ക് പോകാം, ആൽക്കമിസ്റ്റ് പറഞ്ഞു. എവിടേക്ക്? സാന്റിയാഗോ ചോദിച്ചു. നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വഴികാട്ടിയാകാം. ആൽക്കമിസ്റ്റിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ സാന്റിയാഗോ ചിന്തിച്ചു, ഇദ്ദേഹത്തെ തേടിയാണ് യൂറോപ്യൻ യുവാവ് വർഷങ്ങളായി അലയുന്നത്. പക്ഷേ ആൽക്കമിസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് തന്റെ മുന്നിലും. ജീവിതത്തിന്റെ സമസ്യകളെക്കുറിച്ച് ആര് മനസ്സിലാക്കുന്നു? 3 ദിവസം അവർ കുതിരപ്പുറത്ത് വളരെ ദൂരം യാത്ര ചെയ്തു. അവസാനം അവർ ഒരു മലയടിവാരത്തിലെത്തി. അവിടെ കുറച്ചു സമയം വിശ്രമിക്കാൻ തീരുമാനിച്ചു. വിശ്രമത്തിനിടയിൽ സാന്റിയാഗോ ചോദിച്ചു, എന്താണ് ആൽക്കമി? എനിക്കത് പഠിപ്പിച്ചു തരൂ. നീ ആൽക്കമി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആൽക്കമിസ്റ്റ് പുഞ്ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകി. ഞാനോ? നിങ്ങൾ ഇതുവരെ എന്നെ ഒന്നും പഠിപ്പിച്ചില്ലല്ലോ, സാന്റിയാഗോ അമ്പരപ്പോടെ ചോദിച്ചു. ആട്ടിടയനിൽ നിന്നും ഇവിടെ വരെയുള്ള നിന്റെ അനുഭവം, അതാണ് ശരിയായ ആൽക്കമി. ഏതൊരു ലോഹത്തെയും സ്വർണമാക്കി മാറ്റാനുള്ള വിദ്യയാണ് ആൽക്കമി എന്നാണ് ഞാൻ പരിചയപ്പെട്ട യൂറോപ്യനായ യുവാവ് പറഞ്ഞത്. ആൽക്കമിസ്റ്റ് പൊട്ടിച്ചിരിച്ചു. എന്തിനാണ് മനുഷ്യൻ ഇത്ര അത്യാർത്തി കാണിക്കുന്നത്? ഓരോ ലോഹത്തിനും ഓരോ ധർമ്മമുണ്ട്. അവയുടെ ഗുണവും ഘടനയും ഉപയോഗവും വ്യത്യസ്തമാണ്. ഈ ഓരോ ലോഹത്തെയും സർവശക്തൻ സൃഷ്ടിച്ചത് ഓരോ ധർമ്മം നിറവേറ്റാനാണ്. അവ അതിന്റെ കടമ നിർവഹിച്ചു കൊള്ളട്ടെ. സാന്റിയാഗോ ചിന്തയിലാണ്. സ്പെയിനിലെ ഒരു സാധാരണ ആട്ടിടയൻ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ വേറെ ഏത് ആൽക്കമി അറിയണം നിനക്ക്? ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തുമോ? സാന്റിയാഗോ ചോദിച്ചു. തീർച്ചയായും, ആൽക്കമിസ്റ്റ് മറുപടി പറഞ്ഞു. പക്ഷേ സ്വപ്ന സാക്ഷാത്കാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവ് നിന്നെ വളരെയധികം പരീക്ഷണത്തിന് വിധേയനാക്കും. ഓരോ പരീക്ഷണഘട്ടത്തിലും തളരാതെ മുന്നോട്ടു പോകണം. നീ അതുവരെ പഠിച്ച പാഠങ്ങളൊക്കെ പ്രതിസന്ധികൾ മറികടക്കാൻ നിന്നെ സഹായിക്കും. ഓരോ പ്രതിസന്ധികൾ മറികടക്കുമ്പോഴും നീ പുതിയ പാഠം പഠിക്കും. അങ്ങനെ മുന്നോട്ടു പോയി നീ ലക്ഷ്യസ്ഥാനത്തെത്തും. സാന്റിയാഗോയുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടു. ലക്ഷ്യസ്ഥാനത്ത് വരെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കുമോ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ഇല്ല, ഞാൻ ആ കുന്നു കയറുന്നതുവരെ മാത്രമേ കൂടെയുണ്ടാകൂ. കുന്നു കയറിയാൽ പിന്നെ 2 ദിവസത്തെ യാത്ര കൊണ്ട് നീ പിരമിഡുകളുടെ അടുത്തെത്തും. നിധി കണ്ടെത്തുന്നതുവരെ ആൽക്കമിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ചിന്തിച്ചു. അവന്റെ ചിന്താഗതി മനസ്സിലാക്കിക്കൊണ്ട് ആൽക്കമിസ്റ്റ് പറഞ്ഞു, യാത്ര അവസാനിക്കുന്നതുവരെ എല്ലാവരും കൂടെ കാണും എന്ന് പ്രതീക്ഷിക്കരുത്. യാത്രയിൽ പലരും കടന്നുവരും. ഓരോരുത്തരായി ഓരോ ഇടത്താവളങ്ങളിൽ വച്ച് കൊഴിഞ്ഞു പോകും. അവരിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ, പഠിച്ച പാഠങ്ങൾ, ഇതൊക്കെ
മുന്നോട്ടുള്ള യാത്രയ്ക്ക് മുതൽക്കൂട്ടാകും. പിറ്റേ ദിവസം രാവിലെ അവർ കുന്നിൻപുറം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. സാന്റിയാഗോയുടെ മനസ്സിൽ എന്തോ ചില അപായ സൂചനകൾ മുഴങ്ങി. പെട്ടെന്ന് ഒരു സംഘം പോരാളികൾ അവരെ വളഞ്ഞു. സാന്റിയാഗോയെയും ആൽക്കമിസ്റ്റിനെയും വളഞ്ഞ പടയാളികൾ അവരെ സൈനിക മേധാവിയുടെ മുന്നിൽ ഹാജരാക്കി. നിങ്ങൾ ശത്രുക്കളുടെ ചാരന്മാരല്ലേ? സൈന്യാധിപൻ ചോദിച്ചു. അല്ല, ഞങ്ങൾ വഴിയാത്രക്കാരാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അങ്ങേക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കാൻ വന്നതാണ്. ഇത്രയും പറഞ്ഞ ശേഷം ആൽക്കമിസ്റ്റ് വളരെ സന്തോഷം തുടിക്കുന്ന മുഖഭാവത്തോടെ സാന്റിയാഗോയുടെ കയ്യിലെ സഞ്ചി വാങ്ങി അതിനകത്തുള്ള സ്വർണ്ണ നാണയങ്ങൾ പട്ടാള മേധാവിയുടെ മുന്നിൽ കുടഞ്ഞിട്ടു. പട്ടാള മേധാവി വളരെയധികം സന്തുഷ്ടനായി. എന്നാൽ ചില സൈനികർ ഭിന്നാഭിപ്രായങ്ങൾ ഉന്നയിച്ചു. നമ്മുടെ നീക്കങ്ങൾ അറിയാൻ ശത്രുക്കൾ അയച്ച ചാരന്മാരാണിവർ. ഇവരെ വിട്ടയച്ചാൽ അത് നമുക്ക് അപകടം വരുത്തിവെക്കും, അവർ പറഞ്ഞു. ഇവരുടെ വാദങ്ങൾ കേട്ടുനിന്ന ആൽക്കമിസ്റ്റ് പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ വലിയ അത്ഭുത ശക്തിയുള്ള വ്യക്തിയാണ്. കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാനുള്ള മാന്ത്രിക വിദ്യ അവന്റെ കൈവശമുണ്ട്. എന്നാൽ ഇപ്പോ തന്നെ ആ മാന്ത്രിക വിദ്യ കാണിക്കൂ, പട്ടാള മേധാവി പറഞ്ഞു. ഞങ്ങൾക്ക് 3 ദിവസത്തെ സമയം തരൂ. അതിനുള്ളിൽ ഇവന് കൊടുങ്കാറ്റായി മാറാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങളെ വധിച്ചോളൂ, ആൽക്കമിസ്റ്റ് പറഞ്ഞു. അവർക്ക് 3 ദിവസത്തെ സമയം അനുവദിച്ചു. കുതിരകളെ പിടിച്ചെടുത്ത ശേഷം അവരെ തടങ്കലിൽ പാർപ്പിക്കാതെ പരിസരത്ത് 3 ദിവസം താമസിക്കാൻ അനുവാദം നൽകി. കുതിരകളില്ലെങ്കിൽ അറ്റം കാണാതെ കിടക്കുന്ന മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം അവർക്ക് കൊടുക്കരുതായിരുന്നു. സാന്റിയാഗോ ആൽക്കമിസ്റ്റിനോട് പരിഭവപ്പെട്ടു. ജീവനേക്കാൾ വലുതാണോ സമ്പത്ത്? പണം നൽകിയില്ലായിരുന്നു എങ്കിൽ അവർ നമ്മോട് വിട്ടുവീഴ്ച കാണിക്കുമായിരുന്നോ എന്ന് സംശയമാണ്. നമുക്ക് ആയുസ് 3 ദിവസത്തേക്ക് നീട്ടിക്കിട്ടി. എത്ര പണമുണ്ടായിരുന്നാലും ജീവൻ രക്ഷിക്കാൻ പലർക്കും കഴിയാറില്ല എന്ന യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം, ആൽക്കമിസ്റ്റ് പറഞ്ഞു. എനിക്ക് കൊടുങ്കാറ്റായി മാറാൻ എങ്ങനെയാണ് സാധിക്കുക? സാന്റിയാഗോ ചോദിച്ചു. സാധിക്കും. കൊടുങ്കാറ്റായി ആഞ്ഞു വീശാൻ നിനക്കു കഴിയും. പരാജയഭീതി മാത്രമാണ് തടസ്സമായിട്ടുള്ളത്. ആദ്യത്തെ 2 ദിവസവും സാന്റിയാഗോയെ ഭയവും സംശയവും അലട്ടി. എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി. രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് നാളെ. ഈ രാത്രി ഒളിച്ചു കടക്കാം എന്ന് തീരുമാനിച്ചാൽ അത് അസാധ്യമാണ്. കുതിരയോ ഒട്ടകമോ ഇല്ലാതെ അറ്റമില്ലാതെ പരന്നുകിടക്കുന്ന ഈ മരുഭൂമിയിലൂടെ കാൽനടയായി രക്ഷപ്പെടുക എന്നത് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. 3-ാമത്തെ ദിവസം അവരോട് പട്ടാള മേധാവി പറഞ്ഞു, നിങ്ങൾക്കു തന്ന സമയം അവസാനിക്കുകയാണ്. ഞാൻ കാറ്റായി മാറാൻ തയ്യാറാണ്. അതിനായി ആ പാറയുടെ അരികിലേക്ക് പോകാം, സാന്റിയാഗോ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് സാന്റിയാഗോ അടുത്തുള്ള പാറയുടെ സമീപമെത്തി. അവൻ പാറപ്പുറത്തു കയറി. അവൻ ചക്രവാളത്തിലേക്ക് നോക്കി. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമി, ദൂരെ ചക്രവാളത്തിനടുത്തായി നിൽക്കുന്ന മലനിരകൾ. ഇവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടണം. എനിക്ക് നിറവേറ്റാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതിന് കൊടുങ്കാറ്റായി മാറിയേ മതിയാകൂ. വേറെ വഴിയില്ല. അവൻ മണൽപ്പരപ്പിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് പൊടിപടലങ്ങൾ വാനോളം ഉയർത്തി മണൽക്കാറ്റായി വീശിയടിക്കൂ. മരുഭൂമി പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാറ്റ് ആഞ്ഞു വീശിയാൽ മാത്രമേ മണൽത്തരികൾക്ക് പൊടിപടലമായി അന്തരീക്ഷത്തിൽ ഉയരാൻ കഴിയൂ. അവൻ കാറ്റിനോട് സഹായം അഭ്യർത്ഥിച്ചു. കാറ്റു പറഞ്ഞു, മനുഷ്യന് ഒരിക്കലും കാറ്റായി മാറാൻ കഴിയില്ല. സാന്റിയാഗോ പറഞ്ഞു, എനിക്ക് അതിനും കഴിയും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സകല പ്രതിഭാസങ്ങളും എന്റെ മനസ്സിലുണ്ട്. എന്നെയും നിന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ശക്തിയാണ്. അതുകൊണ്ട് മലയും കടലും കാറ്റും നക്ഷത്രങ്ങളും എല്ലാം എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവൻ കണ്ണുകളടച്ച് കാറ്റിനെയും സൂര്യനെയും മരുഭൂമിയെയും ഉൾപ്പെടെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനോട്
പ്രാർത്ഥനാനിരതനായി നിന്നു. അവന്റെ മനസ്സ് പ്രപഞ്ചാത്മാവിൽ ലയിച്ചു. മരുഭൂമിയും കാറ്റും സൂര്യനും എല്ലാം അവന്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രാർത്ഥനയിൽ അവൻ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല. പ്രപഞ്ചാത്മാവിൽ മനസ്സർപ്പിച്ചു നിന്ന അവന്റെ ആവശ്യങ്ങൾ സർവശക്തൻ മനസ്സിലാക്കി. കാറ്റത് മനസ്സിലാക്കി, മരുഭൂമി അത് മനസ്സിലാക്കി. കാറ്റാദ്യം ചെറുതായി ഒന്ന് വീശി, പതുക്കെ പതുക്കെ അത് ശക്തിയാർജിച്ചു വീശി. ശക്തമായ മണൽക്കാറ്റ് അന്തരീക്ഷത്തിൽ ഉയർന്നു. പിന്നെ അത് ചുഴലിക്കാറ്റായി ആഞ്ഞു വീശി. പൊടിപടലം കൊണ്ട് സൈനികർക്ക് പരസ്പരം കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആയി. വേഗം അവസാനിപ്പിക്കൂ, ഞങ്ങൾക്ക് വിശ്വാസമായി, അവർ ആർത്തു വിളിച്ചു. കാറ്റ് പതുക്കെ പതുക്കെ വേഗത കുറച്ച് അടങ്ങി. ആൽക്കമിസ്റ്റിന് സന്തോഷമായി. തനിക്ക് ശരിയായ ശിക്ഷന് ലഭിച്ചിരിക്കുന്നു. സാന്റിയാഗോ എല്ലാം പഠിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം അവരുടെ കുതിരകളെ തിരിച്ചു കിട്ടുകയും മോചനം നൽകുകയും ചെയ്തു. അവർ യാത്ര തുടർന്നു. കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആൽക്കമിസ്റ്റ് പറഞ്ഞു, നമുക്ക് പിരിയാൻ സമയമായി. ഇനി നീ തനിച്ചു യാത്ര ചെയ്യണം. ഏകദേശം 3 മണിക്കൂർ യാത്ര കൊണ്ട് നിനക്ക് പിരമിഡുകളുടെ അടുത്തെത്താൻ സാധിക്കും. അവൻ 3 മണിക്കൂറുകളോളം കുതിരപ്പുറത്ത് വേഗത്തിൽ സഞ്ചരിച്ചു. അവസാനം അവൻ പിരമിഡുകളുടെ അടുത്തെത്തി. സമയം രാത്രിയായി. ആകാശത്ത് നിലാവ് പരന്നു. ആ നിലാവെളിച്ചത്തിൽ അവനൊരു മണൽ കൂമ്പാരത്തിന് മുകളിൽ കയറി ചുറ്റും നോക്കി. മണൽപ്പരപ്പിൽ ഒരു വണ്ട് ചെറിയ തുളയുണ്ടാക്കുന്നു. ഇതൊരു സൂചനയാണെന്ന് അവന് മനസ്സിലായി. അവൻ വണ്ട് തുരന്ന സ്ഥലത്ത് മണൽ മാന്താൻ തുടങ്ങി. അവൻ വളരെയധികം കുഴിച്ചിട്ടും നിധി കാണാൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രി കഴിഞ്ഞും മണലിൽ കുഴിച്ചുകൊണ്ടിരുന്ന അവന്റെ ചുറ്റും ബോട്ടിന്റെ ശബ്ദം മുഴങ്ങി. ഏതാനും പട്ടാളക്കാർ അവനെ വളഞ്ഞു. ഇവൻ ചാരനാണ്, അതിലൊരാൾ പറഞ്ഞു. എല്ലാവരും കൂടി അവന്റെ ദേഹത്ത് ബൂട്ടുകളിട്ട് ചവിട്ടി. നീ എന്തു ചെയ്യുകയാണിവിടെ? അവർ ചോദിച്ചു. അവന്റെ മുഖത്തുനിന്നും രക്തം ഒലിച്ചിറങ്ങിക്കൊണ്ടേയിരുന്നു. ഞാനിവിടെ ഒരു നിധി തേടുകയാണ്, അവൻ പറഞ്ഞു. നിധിയോ? ഇവിടെയോ? ഞങ്ങളറിയാത്ത ഏത് നിധിയാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്? അവർ വീണ്ടും അവനെ ചവിട്ടി. ഈ പിരമിഡുകളുടെ അടുത്തായി നിധി കുഴിച്ചിട്ടിരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ആ നിധി തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്, അവൻ വിക്കി വിക്കി പറഞ്ഞു. ഇവന് വട്ടാണെന്നാണ് തോന്നുന്നത്, പട്ടാളക്കാരിൽ ഒരാൾ പറഞ്ഞു. നമുക്ക് പോകാം, അവരുടെ നേതാവും പറഞ്ഞു. പോകുന്നതിന് മുമ്പായി അയാൾ പറഞ്ഞു, നിന്റെ അത്രയും വിഡ്ഢിത്തം ആരും കാണിക്കില്ല. ഒരു സ്വപ്നം കണ്ടു എന്നതിന്റെ പേരിൽ ഇവിടെ വന്ന് സാഹസികത കാണിക്കാൻ നിനക്ക് ഭ്രാന്തുണ്ടോ? നീ ഒരു കാര്യം കേട്ടോളൂ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വച്ച് ഞാനൊരു സ്വപ്നം കണ്ടു. സ്പെയിനിലെ മേച്ചൽപ്പുറത്തിന്റെ അടുത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ പള്ളി. ആട്ടിടയന്മാരുടെ താവളമാണ് ആ പള്ളി. പള്ളിയുടെ അടുത്തുള്ള ഒരു മരത്തിന്റെ താഴെ നിധി കുഴിച്ചിട്ടിരിക്കുന്നു. നിന്നെപ്പോലെ വിഡ്ഢിയല്ലാത്തതിനാൽ സ്പെയിനിലെ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ പള്ളി തേടി പോയില്ല. പട്ടാളക്കാർ നടന്നു മറഞ്ഞു. പട്ടാളക്കാരുടെ ചവിട്ടേറ്റ് അവശനായി കിടന്ന സാന്റിയാഗോയുടെ മനസ്സിലേക്ക് മിന്നൽ പിണർ പോലെ പട്ടാളക്കാരന്റെ വാക്കുകൾ പാഞ്ഞു കയറി. അവസാനം താൻ നിധി ഇരിക്കുന്ന സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. താൻ നിധിയെക്കുറിച്ച് സ്വപ്നം കണ്ട, നിധി തേടി യാത്ര തുടങ്ങിയ സ്പെയിനിലെ അതേ പള്ളിയിൽ നിധി കുഴിച്ചിട്ടിരിക്കുന്നു. എന്റെ കാൽച്ചുവട്ടിലെ നിധി കണ്ടെത്താൻ എന്തിനാണ് ഇത്രയും ദൂരം യാത്ര ചെയ്തത്? വൃദ്ധൻ എന്തിനാണ് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഉപദേശിച്ചത്? ഈ യാത്ര കൊണ്ട് താൻ ആൽക്കമി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ആൽക്കമിസ്റ്റ് പറഞ്ഞത്. അവന്റെ മനസ്സിൽ ഇതുവരെ കാണാത്ത വല്ലാത്ത ഒരു സന്തോഷം അലതല്ലി. ഇനി ഞാൻ തിരിച്ചു പോവുകയാണ് സ്പെയിനിലേക്ക്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ മനസ്സിലാണ് യഥാർത്ഥ നിധി സ്ഥിതി ചെയ്യുന്നത്. ആ നിധി തേടിയാണ് നാം ലോകം മുഴുവനും കറങ്ങുന്നത്. എന്നാൽ നമ്മുടെ അധ്വാനവും പഠനവും യാത്രകളും നമ്മുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കും. പുതിയ അറിവാണ് യഥാർത്ഥത്തിൽ ശക്തി. അതാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ അറിവ് ലഭിച്ചാൽ
നമ്മുടെ കൺമുന്നിലുള്ള അവസരങ്ങൾ, സൗഭാഗ്യങ്ങൾ കണ്ടെത്താനാകും. അതുകൊണ്ടാണ് ചൈനയിൽ പോയാലും വിദ്യ അഭ്യസിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഗീതയും ബൈബിളും ഇക്കാര്യങ്ങൾ തന്നെ വ്യത്യസ്ത ശൈലിയിൽ പറയുന്നു. ഈ പ്രോഗ്രാമിൽ നിന്നും നിങ്ങൾക്ക് അണുമാത്രയിൽ എങ്കിലും അറിവ് ലഭിച്ചാൽ ഞങ്ങൾ കൃതാർത്ഥരായി. കോപ്പിറൈറ്റ് നിയമത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പൗലോ കൊയ്ലോയുടെ വിജയമന്ത്രങ്ങൾ ഇവിടെ പൂർത്തിയാകുകയാണ്. മണി ടെക് മീഡിയയിലേക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ടി നസീർ ഖാൻ സാഹിബ്, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ. മൊബൈൽ നമ്പർ 7907536093.